അറിയിച്ചാലേ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പാൾ ചേക്കുട്ടി സാഹിബ്, അതേപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി കുഞ്ഞാലൻകുട്ടി കുരുക്കൾ, PTA പ്രസിഡൻറ്റുമാർ, PTA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, വൈസ് പ്രസിഡൻറ്റ്, മറ്റ് ട്രസ്റ്റ് മെമ്പർമാർ, ഹംസ ഹാജി, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി രക്ഷിതാക്കളായ നിങ്ങളെല്ലാവരെയും ഈ സതുദ്യമത്തിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിലെ ആദ്യ PTA മീറ്റിംഗ്, PTA ജനറൽ ബോഡിയാണ് നടക്കാൻ പോകുന്നത്. സ്കൂളിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 30 വർഷക്കാലത്തോളമായി ഇവിടെ നാം ഇത് തുടങ്ങിയിട്ട് വളരെയധികം നല്ല നല്ല പടവുകൾ കയറി വന്ന് നമ്മുടെ ഇന്ന് ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളായ നിങ്ങൾക്കും മറ്റു പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. നമ്മുടെ കുട്ടികൾ വളരെയധികം ചിട്ടയോടും അച്ചടക്കത്തോടും ദീനീബോധത്തോടും കൂടി വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്ന് നാം ഇത് മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ പരിപാടികളും, കലാപരിപാടികളും, ബന്നി,
അതേപോലെ മറ്റു പരിപാടി സ്കൗട്ട് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളായ നിങ്ങൾ സഹകരണം വളരെ അഭിനന്ദനാർഹമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് നമുക്കുണ്ട്. ആയതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കുട്ടികളെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നാം മുന്നോട്ട് കൊണ്ടുപോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമമായ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ആയതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വെച്ച് നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി പറഞ്ഞയക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ പൂർണ്ണതയോട് നിറവേറ്റുകയും ചെയ്യുകയുണ്ട്. എല്ലാവിധ സൗകര്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. സ്കൂൾ ചെയർമാൻ CC കുഞ്ഞു സാഹിബ് അവർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. സെക്രട്ടറി ഷെരീഫ് ഹാജി, കുഞ്ഞാറൻകുട്ടി കുരികൾ, മുസ്തഫ മാനേജർ, PTA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ഹംസ ഹാജി, കുന്നത്ത് മുഹമ്മദ് കുട്ടി, ഇസ്മായിൽ ഹാജി, മറ്റു പത്ര പ്രവർത്തകരെ, റിപ്പോർട്ടർമാരെ, സ്പോൺസർമാരായുള്ള മജീദ് തുടങ്ങിയവരെല്ലാം ഇവിടെ സ്റ്റേജിലുണ്ട്. നമ്മളുടെ ഈ വർഷത്തെ ജനറൽ ബോഡി മീറ്റിംഗാണ് ഇവിടെ ആരംഭിക്കുന്നത്. PTA പ്രസിഡൻ്റാണ് നമ്മളിതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ഈ വർഷത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ദൗത്യമെന്ന് പറയുന്നത് റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. റിപ്പോർട്ട് വായിക്കുന്നതിലല്ല ഞാൻ താല്പര്യം. ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ട് റിപ്പോർട്ട് ഇവിടെ കയ്യിലുണ്ട്, അത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഓടിപ്പോവും. അതുകൊണ്ട് റിപ്പോർട്ട് ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ വലിയൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ആ കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ എല്ലാവരും റിപ്പോർട്ട് ഇങ്ങനെ നോക്കി വായിക്കുകയാണ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട. എല്ലാ പ്രവർത്തനവും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത്, നിങ്ങൾ പരിസരത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നിങ്ങൾ പരിശോധിക്കണം. ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അഡ്മിഷന് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. LKGയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് LKGയിലെ നിലവാരമോ LKGയിലെ അധ്യാപകരെ കുറിച്ചല്ല നിങ്ങൾ നോക്കേണ്ടത്. കഴിഞ്ഞ 8-10 വർഷത്തെ ഇവിടുത്തെ ഫൈനൽ എഡ്യൂക്കേഷൻ്റെ റിസൾട്ട് എന്താണെന്നും ആ ഫൈനൽ എഡ്യൂക്കേഷനിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട് കുട്ടികൾ എന്നുമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഇവിടെ KG ക്ലാസ്സുകളിൽ കയറുന്ന ഒരു കുട്ടി പോലും മിഡിൽ ക്ലാസ്സുകളിൽ വെച്ച് TC വാങ്ങി പോകുന്നില്ല എന്നർത്ഥം. അത്രയും സ്ട്രെങ്ത് 10th സ്റ്റാൻഡേർഡ് വരെ പോകുന്നു. അതേ സമയത്ത് തന്നെ നിങ്ങൾ മറ്റ് കലാലയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക. പല കലാലയങ്ങളും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് LKGയിൽ 100-150 അഡ്മിഷനുണ്ട്, 200 അഡ്മിഷനുണ്ട്. അങ്ങനെ ഞാൻ അവരെ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി SLC പരീക്ഷയിൽ അവർക്ക് എത്ര കുട്ടികളുണ്ട്. SLC പരീക്ഷയിൽ ഇവിടുത്തെ പ്രമുഖ സ്ഥാപനങ്ങളുടെ എല്ലാ കുട്ടികളെയും ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കറണ്ട് ഇയറിൻ്റെ നോക്കി, ഈ വർഷത്തെ 2024-25 ഇയറിൽ നിങ്ങൾ പരിശോധിക്കുക. ഇവിടുത്തെ പ്രമുഖ സ്കൂളുകളുടെ എല്ലാം റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുക. അവിടെ എല്ലാം 50-60 കുട്ടികളാണ് SLCക്ക് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷ പരമാവധി എഴുതുന്നത് 100 കുട്ടികൾ വരെയുള്ളൂ. അവർക്ക് LKGയിലും UKGയിലും 200-300 കുട്ടികൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഒന്നും തന്നെ 10ാം സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. നമുക്കിവിടെ KGയിൽ 60 കുട്ടികളാണെങ്കിൽ 58 കുട്ടികളും 10th സ്റ്റാൻഡേർഡിൽ പരീക്ഷയ്ക്ക് എത്തുന്നു. എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. കാരണം ഒന്ന് തന്നെയാണ്, LKGയിൽ വരുന്ന ആ ആകർഷണമോ ആ നിലവാരമോ ആ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ മറ്റു LP, UP, പ്രൈമറി, പ്രീ പ്രൈമറി, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയിൽ വെച്ച് കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നു. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 10, 15, 50 കുട്ടികളായി മാറുന്നു. KGയിൽ 60 കുട്ടികൾ കിട്ടിയ സ്കൂളുകൾ ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ സ്വന്തം പഠിക്കുക. വളരെ മോശമല്ല ഞാൻ വിളിച്ച് പറയുന്നത്. നിങ്ങൾ സ്വന്തം പഠിക്കുക. 15 കുട്ടികൾ 10ാം ക്ലാസ്സിലേക്ക്, 60-70 കുട്ടികളുള്ള സ്കൂളിൽ 10ാം ക്ലാസ്സിലേക്ക് 15 കുട്ടികൾ. ഒരു ലീഡിങ് സ്ഥാപനമാണ്.
അപ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ടത്, നിങ്ങളെ കുട്ടികളെ ചേർക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കുക. ഈ KG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ഇവരുടെ അക്കാഡമിക് നിലവാരം എന്നാണ്. ഞങ്ങൾക്കിവിടെ ഓരോ വർഷം, ഈ വർഷം 60ഓളം പുതിയ കുട്ടികളെ കിട്ടിയത്. പുതിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത 1 മുതൽ 9ാം ക്ലാസ് വരെ ലിറ്ററസി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടിയിട്ടുള്ളത്. ഈ വർഷം എല്ലാ വർഷമുണ്ട്. ആ കുട്ടികളാണ് 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ആരും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നോ മറ്റോ കുട്ടികളെ കൊണ്ടുവന്നവരല്ല. നിങ്ങളുടെ കുട്ടികൾ ഇടയിൽ വെച്ചുകൊണ്ട് ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഇടയിൽ വെച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ 1st സ്റ്റാൻഡേർഡ് ടു 9th സ്റ്റാൻഡേർഡ് വരെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റ് ഇവിടെ നടത്തുന്നത് എന്താണെന്നറിയോ? എഴുത്തും വായനയും അറിയുമോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ലിറ്ററസിയാണ് അവിടെ നോക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, അറബിയിലെ അക്ഷരമാലകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. അതറിയാതെ ഇവിടുന്ന് 4-5 പേർക്ക് ഒരു ലിറ്ററസി ഇല്ലാത്തവർ പോകേണ്ടി വന്നു. ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും എഴുത്തും വായനയും അറിയുന്നില്ല. ആ കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം 38% റിസൾട്ടാണ്. നിങ്ങൾ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഏതൊരു കലാലയം എടുത്താലും 30%ലേക്ക് എത്തില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രം, തിരൂർ വിദ്യാഭ്യാസത്തിൽ മാത്രം കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. 30%ഓളം ഫുൾ A+ ഉള്ള കുട്ടികളാണുള്ളത്. എല്ലാ സബ്ജക്റ്റിലും A+ ഞങ്ങൾക്ക് 38%ഓളം വാങ്ങാൻ സാധിച്ചു. മറ്റിവിടുത്തെ പ്രമുഖ ലീഡിംഗ് സ്ഥാപനങ്ങളെല്ലാം A+ൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ ഓരോ വർഷവും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ നിങ്ങൾക്കറിയാം 38% ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത് എന്തായാലും ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ എന്തായാലും 38 കുട്ടികളുണ്ടെങ്കിൽ ആ 38 കുട്ടികളിൽ ഒരിക്കലും ഒരു 38% കുട്ടികളും ബെറ്റർ ആയിരിക്കില്ല എന്നൊരു ഉറപ്പാണല്ലോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് നിങ്ങൾ KGയിലേക്ക് ടീച്ചർമാരെ കുറിച്ചോ അല്ലെങ്കിൽ KGയിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ KGയിൽ ഇപ്പോൾ നിങ്ങൾ പലരും ആകർഷിക്കുന്നത് ഈ KG ക്ലാസ്സുകളിലുള്ള പല പ്രോഗ്രാംസുകളും വെച്ചുകൊണ്ട് പല സ്കൂളുകളിലേക്കും കുട്ടികൾ ആകർഷിച്ചു പോവുകയാണ്. ഞങ്ങളിവിടെ പ്രോഗ്രാം കൊടുക്കുന്നതിന് പുറമെ KGയിൽ നിന്ന് തന്നെ കുട്ടികളെ ലിറ്ററസി ഉണ്ടാക്കിയിട്ട് മാത്രമേ 1ാം ക്ലാസ്സിലേക്ക് കൊടുക്കുകയുള്ളൂ. മോണ്ടിസോറി മെത്തേഡാണ് പലയിടത്തും അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ മോണ്ടിസോറി മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. ആ മെത്തേഡ് തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണ്. കാരണം KGയിൽ നിന്ന് തന്നെ കുട്ടികളെ ലിറ്ററസി ഉണ്ടാക്കി 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കിന് കുട്ടി പ്രോപ്പർ ലിറ്ററേറ്റ് ആയിരിക്കും. ഇവിടെയുള്ള പാരൻസിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയാം. എൻ്റെ കുട്ടി എഴുത്തും വായന അറിയാത്ത LKGയിൽ നിന്ന് വന്ന ഇപ്പോഴുള്ള UKGയിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ ഏകദേശം അവരുടെ പേര് എഴുതുവാനും ഉമ്മാൻ്റെ പേര് ഉപ്പാൻ്റെ പേര് സ്കൂളിൽ ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും. 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കിന് അവൻ ഫുൾ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത്രയും നമ്മളുടെ കുട്ടികളെ ലോവർ ക്ലാസ്സുകളിൽ നിന്നതിനെ കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30ഓളം കുട്ടികൾ ഈ വർഷം ഞങ്ങൾക്ക് 30ൽ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ കുട്ടികളെ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഓരോ ആഴ്ചയിൽ ഞങ്ങൾ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ രക്ഷിതാക്കന്മാരൊന്ന് മനസ്സിലാക്കുക, ഇവിടെ ചേർത്ത് ആ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ മനസ്സിലാക്കുക, അവർക്കെല്ലാം ഒരു സ്പെഷ്യൽ നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ നോട്ട്ബുക്ക് അവർക്കുണ്ട്. ആ നോട്ട്ബുക്ക് എല്ലാ ദിവസവും നിങ്ങൾ പരിശോധിക്കുക. എല്ലാ ദിവസവും ടീച്ചർമാർ അതിൽ വർക്ക് കൊടുക്കും. ആ വർക്കിൻ്റെ കൺസൾട്ടേഷൻ പരിശോധിക്കൽ എല്ലാ ദിവസവും ശനിയാഴ്ച 2 മണി മുതൽ 4:30 വരെയാണ്. എല്ലാ സാറ്റർഡേയും 2 മണി മുതൽ 4:30 വരെ ആ കുട്ടികൾക്ക് 4 മണി വരെ ആ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് ആണ്. അപ്പോൾ എല്ലാ പീക്ക് ഡേയ്സിലും മൺഡേ ടു ഫ്രൈഡേ അവർക്ക് റെഗുലർ ക്ലാസ്സിനൊപ്പം തന്നെ ടീച്ചർമാർ അഡീഷണൽ വർക്കുകൾ കൊടുക്കും. ആ അഡീഷണൽ വർക്കുകൾ ടീച്ചർമാർ എല്ലാ ദിവസവും കൊടുത്ത് കാണിക്കണം. പിന്നെ അതിൻ്റെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് സാറ്റർഡേകളിലാണ്. അപ്പോൾ ഈ വീക്ക് വന്ന രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണാത്ത കാര്യങ്ങൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയും. ഇവിടെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കാനായിരിക്കുകയാണ്. അതിനൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അതിന് ബാക്കി സമയമുണ്ടെങ്കിൽ പറയാം. നമ്മളിവിടെ എല്ലാ മാസവും മന്ത്ലി എക്സാമിനേഷൻ ഉണ്ട്. ഹാഫ് ഇയർലി എക്സാമിനേഷൻ, ക്വാർട്ടർലി എക്സാമിനേഷൻ. ഇതിൻ്റെ പേപ്പറുകളെല്ലാം നിങ്ങൾ വാങ്ങി വെക്കണം. എന്നിട്ട് നിങ്ങൾ അത് കമ്പയർ ചെയ്യണം. ഓരോ മാസത്തെയും കുട്ടിയുടെ ഡെവലപ്മെന്റ്സ് നിങ്ങൾ കമ്പയർ ചെയ്യണം. കുട്ടിയിൽ കുറവാണോ മാർക്ക്, കൂടുതലാണോ മാർക്ക്, കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ ടീച്ചർമാരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ടീച്ചർമാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അങ്ങനെ റെഗുലർ കമ്മ്യൂണിക്കേഷനിലൂടെ പോവുക.
ഏകദേശം ഒരു 15ഓളം എക്സാമിനേഷൻസ് ഇവിടെ നടക്കും. ആ 15ഓളം എക്സാമിനേഷന്റെ പേപ്പർ ഓരോ മാസവും ഒരു 30-ാം തീയതി ആകുമ്പോഴേക്കിന് പേപ്പർ കൊടുത്തിരിക്കും കുട്ടികൾക്ക്. 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കും. അതുപോലെ നിങ്ങൾക്കും റിപ്പോർട്ട് കിട്ടണം 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴേക്കും. ആ റിപ്പോർട്ടുകൾ വാങ്ങി വെച്ച് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർമാരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം. അത് മാത്രമേ നിങ്ങൾ പഠിപ്പിക്കാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ കുട്ടികളൊന്ന് മോണിറ്റർ ചെയ്താൽ മതി. ആ മോണിറ്ററെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അത് ചെയ്താൽ തന്നെ നിങ്ങളെ കുട്ടികൾ ഫുൾ A+ നിങ്ങളെ സ്കൂളുകളിൽ വാങ്ങാൻ സാധിക്കും. നിങ്ങൾ കുട്ടികൾ 10ാം ക്ലാസ്സിലേക്ക് മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ അക്കാഡമിക് കാലത്ത് ഇവിടുത്തെ എക്സാമിനേഷൻസും അതിന്റെ പേപ്പറുകളും നിങ്ങളെ കയ്യിൽ ആ അക്കാഡമിക് ഇയർ കഴിയുന്നത് വരെ വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കപ്പെടുകയുള്ളൂ. ആ കുട്ടിയിൽ ചിലപ്പോൾ കൂടിയാലും പ്രശ്നമാണ്, കോപ്പി അടിച്ചതായിരിക്കാം, കുറഞ്ഞാലും പ്രശ്നമാണ്, ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഒരു അക്കാഡമിക് ഇയറിന്റെ അൻഡിൽ വന്നിട്ട് എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് പറയരുത്. പിന്നെ ഇപ്പോഴത്തെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 30% മാർക്കില്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ തോൽക്കും, 30% മാർക്കില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ തോൽക്കും, 30% മാർക്കില്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ തോൽക്കും. 10ാം ക്ലാസ്സിലേക്ക് മോഡൽ എക്സാമിനേഷൻ 30% മാർക്കില്ലെങ്കിൽ പബ്ലിക് പരീക്ഷയിലേക്ക് തന്നെ പോകാൻ പറ്റൂല. മോഡൽ പരീക്ഷയിൽ 30% മാർക്കില്ലെങ്കിൽ SSLC പരീക്ഷയിലേക്കേ പോകാൻ പറ്റില്ല. ആദ്യം മോഡൽ പരീക്ഷയിൽ 30% മാർക്ക് കരസ്ഥമാക്കിയിരിക്കണം. അതിനൊരു അവസരം കൂടി അവർക്ക് കൊടുക്കുന്നു മാത്രം. മോഡൽ പരീക്ഷയിലെ ഫസ്റ്റ് മോഡൽ പരീക്ഷ എഴുതും, അതിൽ 30% ഇല്ലെങ്കിൽ ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കും 30% മാർക്ക് ഉണ്ടാക്കാൻ. എന്നിട്ടും ആ 30% എത്തിയില്ലെങ്കിൽ പിന്നെ SSLC പരീക്ഷയിലേക്ക് വിടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ശ്രദ്ധിക്കുന്നു. ഇനി സമയമുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്മളെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കണം. അധ്യക്ഷ സ്ഥാനം, ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ PTA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മിസ്റ്റർ കുഞ്ഞാലൻകുട്ടി കുരുക്കൾ അവർകളെ, മിസ്റ്റർ മുസ്തഫ മാനേജർ അവർകളെ, ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട CC കുഞ്ഞു സാഹിബ് അവർകളെ, ഈ സ്ഥാപനത്തിൻ്റെ എന്തുകൊണ്ടും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ചേക്കുട്ടി സാർ അവർകളെ, ബഹുമാനപ്പെട്ട സ്ഥാപന സെക്രട്ടറി ബട്ടൻ ഷെരീഫ് ഹാജി അവർകളെ, മിസ്റ്റർ ബൈജു കക്കാട്ട്, ഡയറക്ടർ നെസ്റ്റോ സോളാർ, ബഹുമാനപ്പെട്ട മിസ്റ്റർ യു അബ്ദുള്ള ജബ്ബാർ, ഡയറക്ടർ ഓഫ് ഹയാത്ത് ഗോൾഡ്, മിസ്റ്റർ സിറാജ് മാധ്യമം ഡെയിലി, മിസ്റ്റർ TP വിനോദ് കുമാർ, ജൂനിയർ സെയിൽസ് ഓർഗനൈസേഷൻ മാതൃഭൂമി, മിസ്റ്റർ സുഭാഷ് P മനോരമ, മിസ്റ്റർ കുന്നത്ത് ഹംസ ഹാജി MET ട്രസ്റ്റ് മെമ്പർ, മിസ്റ്റർ ഇസ്മായിൽ ഹാജി MET ട്രസ്റ്റ് മെമ്പർ, മിസ്റ്റർ എടയത്ത് മുഹമ്മദ് കുട്ടി ഹാജി MET ട്രസ്റ്റ് മെമ്പർ, മിസ്റ്റർ ചിറ്റിയിൽ മുഹമ്മദ് കുട്ടി ഹാജി MET ട്രസ്റ്റ് മെമ്പർ, മിസസ് മാജിദ PTA വൈസ് പ്രസിഡന്റ്, മിസ്റ്റർ ജലീൽ PTA എക്സിക്യൂട്ടീവ് മെമ്പർ, മിസ്റ്റർ മറ്റു അധ്യാപകരെ, അനധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 2025 PTA ജനറൽ ബോഡി അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന 2 ഫംഗ്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഷെരീഫ് ഹാജി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ വളരെയധികം ഊന്നിപ്പറയുകയുണ്ടായി. ശേഷം നാം എല്ലാം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്
ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഇനി മുതലേക്കുള്ള കുട്ടികളുടെ ക്ലാസ് പ്രൊമോഷൻ 30% മാർക്ക് വേണം. എന്നാലേ ഓരോ ക്ലാസ്സുകളിൽ നിന്നും ആ കുട്ടി മറ്റൊരു ക്ലാസ്സിലേക്ക് വിജയിക്കുകയുള്ളൂ എന്നുള്ള ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറുടെ ഭയപ്പെടുത്തുന്നൊരു ഭാഷണം നമ്മൾ കേൾക്കാനിടയായി. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട് എങ്കിൽ 30% നിങ്ങൾ ഭയപ്പെടേണ്ട. അവർ വന്നാൽ തന്നെ 50% മാർക്ക് കുട്ടിക്ക് ലഭിക്കും. അതാണ് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെത്. നമ്മൾ കുട്ടികൾക്ക് 30% എന്ന് പറഞ്ഞപ്പോൾ പല രക്ഷിതാക്കളെ മനസ്സിലൊക്കെ ഇങ്ങനെ ബേജാറിങ്ങനെ കൂടിയുണ്ടായി. ഞാൻ ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ രക്ഷിതാവായിട്ട് വർഷങ്ങളോളമായി. എൻ്റെ ചിരകാല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാലത്തുണ്ടായ അനുഭവം വെച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ ഇവിടെ നിത്യേന ക്ലാസ്സിൽ വരുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, 50% അവർക്ക് കിട്ടും. ബാക്കി 50% നമ്മുടെ കുട്ടികളുടെ കൂടെയുള്ള നമ്മുടെ ആ പെരുമാറ്റവും മറ്റുള്ള കാര്യങ്ങൾ കൂടിയാണ് അത് നേടാൻ കഴിയുക. അതുകൊണ്ട് 30% എന്ന് പറഞ്ഞത് കൊണ്ട് ആരും ഭയപ്പെടരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. തന്നെയുമല്ല, മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അധ്യാപകർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷവും പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്തുമുള്ള കുട്ടികളുടെ സ്വഭാവം നോക്കുമ്പോൾ, ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ അവർ കുളിക്കുവാനും മറ്റുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെക്കുന്ന കാര്യത്തിലും അവർ വളരെ ഉഷാറായിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് +1 പോകാൻ തുടങ്ങിയ സമയത്ത് കുട്ടികൾക്ക് അത്തരത്തിലുള്ള ശീലങ്ങളിലൊക്കെ മടിയാണ് കണ്ടത്. കാരണം കുട്ടി വളർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നുണ്ടായിരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അധ്യാപകരുടെ ആ അച്ചടക്കത്തിലുള്ള വളർത്തലൊക്കെ അവരുടെ എല്ലാ കാര്യത്തിലും വസ്ത്രവിധാനത്തിലെല്ലാം അവർക്ക് നല്ലൊരു മാതൃക ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കള് നാം പ്രത്യേകം കുട്ടികളെ ഓർമ്മപ്പെടുത്തണം. നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് വളരെ ബഹുമാനത്തിലും ആദരവിലും എല്ലാം അവരോട് പെരുമാറാനും അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവരോട് പെരുമാറാനുള്ള ഒരു ആർജവം കാണിക്കുവാനും രക്ഷിതാക്കളായ നമ്മളെ കുട്ടികളെ നിരന്തരം ഉണർത്തിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ കാരണം നമ്മയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുടെ നിസ്സീമമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. നമ്മുടെ നാട്ടിലാണ്, പ്രത്യേകിച്ചും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ അധ്യാപകരോടുള്ള ആ ഒരു ബഹുമാനവും ആദരവും കാണണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയാൽ കാണാം, നമ്മൾ ഈ അവസാനം നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ അധ്യാപകന്റെ കാലിൽ തൊട്ട് അല്ലെ കാലിൽ കമഴ്ന്നു കിടന്ന് ചുംബിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണാൻ കഴിയും. നമ്മുടെ നാട്ടില് എൻ്റെ മക്കളടക്കം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രവണതയില്ല. സത്യത്തില് നമ്മെ പഠിപ്പിച്ച ആ അധ്യാപകരോട് എത്ര കണ്ട് നമുക്ക് ബഹുമാനവും ആദരവും സ്നേഹവും പുലർത്തുന്നുണ്ടോ അത്ര കണ്ട് ഓരോ ദിവസവും നമ്മൾ അറിയാതെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നാം ഉയർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതാനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എനിക്ക് കോളേജിൽ ജോലി കിട്ടിയതായ സമയത്ത് എന്നെ ട്രെയിനിങ് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ചൊക്കിലിംഗൻ സാർ എന്ന് പറയുന്ന ചെന്നൈയിലുണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു.
എനിക്ക് ജോലി കിട്ടിയ ആ സമയത്ത് അദ്ദേഹത്തോട് എൻ്റെ സന്തോഷം ഞാൻ പങ്കുവെച്ചപ്പോൾ സമയത്ത് ജോലിയിൽ കയറുന്ന ദിവസം അറിയിക്കാനും അന്നേ ദിവസം അദ്ദേഹം കോളേജിൽ വരികയും എൻ്റെ ഇരിപ്പിടത്തിൽ എന്നെ അദ്ദേഹം കൊണ്ടുയിരുത്തി നീ താൻ അധ്യാപകൻ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അദ്ദേഹം തമിഴിലാണ് സംസാരിച്ചത്. അപ്പൊ അത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അന്ന് മുതൽ ഇന്നേ വരേക്കും നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണെങ്കിലും ക്ലാസ്സിൽ എല്ലാ പ്രാവശ്യവും 100% വിജയം മാത്രമല്ല, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സകല സ്കോളർഷിപ്പുകളും അവാർഡുകളെല്ലാം ആ കുട്ടികൾക്ക് വാങ്ങാനും കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്ന ആ അധ്യാപകന്റെ ആ കുരുത്തവും പൊരുത്തവും നമ്മളെ മക്കളിലേക്കും പകർന്നു കൊടുക്കുമ്പോൾ നമ്മ സമൂഹത്തിനും നാടിനും എല്ലാവർക്കും വീടിനും ഉപകാരപ്രദമാകും. ആയതിനാൽ നമ്മ അധ്യാപകരോടുള്ള എത്ര കണ്ട് ബഹുമാനം ആദരവും ഉണ്ടോ അതായിരിക്കും ആ കുട്ടികളിൽ അവരുടെ ഭാവി ഭാവുചരമാകാനുള്ള ഒരു കാരണമാവുക എന്ന് നിങ്ങൾ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും വളരെയധികം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സാർ അവർ പറഞ്ഞതുപോലെ അവരുടെ മാർക്കുകളും അവരുടെ ഓരോ ഉയർച്ചകളും നിങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, ചുറ്റുപാടുകൾ കരാളഹസ്തങ്ങളാൽ നമ്മളെ മക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നാം കൊടുക്കേണ്ട സ്നേഹത്തിന് പകരം പുറത്തു നിന്നും സ്നേഹം കൊടുക്കുവാൻ ധാരാളം ആളുകൾ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൽ ഒരു പൊടിയും നിങ്ങൾ കുറവ് വരുത്താതെ ദിവസവും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും ഉപസംഹരിക്കുന്നു. ഇനി എനിക്ക് ശേഷം വളരെ വിശദമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന അധ്യക്ഷൻ, ട്രസ്റ്റ് സെക്രട്ടറി തുടങ്ങിയ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിഞ്ചോമന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്ന് ഒരു PTA ജനറൽ ബോഡി എന്ന ഒരു ഔപചാരികതയുടെ ഭാഗമായിട്ടാണ് നാം ഇവിടെ കൂടിയതെങ്കിലും വളരെയധികം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവിക്കും നമ്മുടെ തന്നെ ദൈക്ഷണിക ഉന്നമനത്തിനും അതോടൊപ്പം നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇത്തരം യോഗങ്ങളുടെ പ്രധാന ഉദ്ദേശം. കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്രകാരം ഒരു വർഷത്തിൽ 2 പ്രാവശ്യം PTA ജനറൽ ബോഡികൾ കൂടിയിരിക്കണം എന്നാണ്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വർഷത്തെ ആദ്യത്തെ ജനറൽ ബോഡി ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൻ്റെ ധർമ്മങ്ങൾ പലതാണ്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക, അതുപോലെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ, അതുപോലെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി ഭാരവാഹികളെ കണ്ടെത്തുക, കൂടാതെ അടുത്ത വർഷത്തേക്കുള്ള എന്തൊക്കെ പരിപാടികൾ ആസൂത്രണങ്ങൾ വേണമോ അതെല്ലാം ചർച്ച ചെയ്യുക എന്നതൊക്കെയാണ് ഈ പരിപാടിയുടെ മിനിമം ഉദ്ദേശമെങ്കിലും അതോടൊപ്പം നിങ്ങളുടെ എല്ലാം സൗകര്യം പരിഗണിച്ചുകൊണ്ട്
ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം ഇന്നത്തെ ദിവസം നാം ഇതോടുകൂടി അനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികൾ SSLC എക്സാമിൽ നേടിയ വിജയങ്ങൾക്ക് അവർക്കുള്ള അംഗീകാരം കൊടുത്ത് അവർക്കുള്ള മോണമെൻറ്റ്സ് കൊടുക്കുക എന്നത്, അതുപോലെ മദ്രസയിൽ പാസ്സായ കുട്ടികൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കുക, അതോടൊപ്പം ചെറിയ ക്ലാസ്സുകളിലേക്കുള്ള UKG LKG അല്ല നമ്മുടെ ഹൈസ്കൂള് അതിൻ്റെ താഴെയുള്ള കുട്ടികളുടെ എല്ലാം LSS USS എക്സാമുകൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ചെറിയതാണെങ്കിലും നമ്മുടെ സ്കൂളിൽ നിന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള 10,000-16,000-ഓളം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പരിപാടികളാണ്. അതിൽ നമ്മുടെ കുട്ടികൾക്കതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നത് നമ്മുടെ നേട്ടം തന്നെയാണ്. അപ്പോൾ അതുപോലെ പല രംഗത്തും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രംഗങ്ങളിൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അക്കാഡമിക് അല്ലാത്ത രംഗങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിന് നല്ല നേട്ടങ്ങൾ ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വർഷങ്ങളൊരു സിൽവർ ജൂബിലി കാലം പിന്നിട്ട് കഴിഞ്ഞു. സിൽവർ ജൂബിലി എല്ലാം വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കണമെന്നെല്ലാം ആഗ്രഹിച്ചതാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ പ്രതികൂലത കാരണം അതിനൊന്നും വേണ്ടമാതിരി കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും സമയങ്ങളുണ്ട്, അതൊക്കെ വളരെ നല്ല തോതിൽ നടത്തപ്പെടും. പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഒരു ഇതിലെടുത്തു കഴിഞ്ഞാൽ അക്കാഡമിക് കാര്യങ്ങളിലുള്ള വിജയങ്ങളും നേട്ടങ്ങളെപ്പോലെ തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതോടൊന്നും നമ്മുടെ ധർമ്മം കഴിഞ്ഞു എന്നോ നമ്മുടെ കർമ്മം അവസാനിച്ചു എന്നോ കരുതാനായിട്ടില്ല. ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം നല്ല പാഠം, അതുപോലെ സീഡ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭമായിട്ടുള്ള പത്രമാധ്യമങ്ങൾ നടത്തുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിലൊക്കെ നമ്മളെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ പല നേട്ടങ്ങളും നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇപ്പോൾ മനോരമയെല്ലാം ഒരുപാട് ന്യൂസ് നഞ്ച എന്ന് തന്നെ എന്തുകൊണ്ട് ന്യൂസ് നിഞ്ച, എന്താണ് ഈ നിഞ്ച എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് മനോരമാൻ്റെ ആൾ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒന്നും വിശദീകരിച്ചാൽ തരക്കേടില്ല. ഈ നിഞ്ച എന്ന പദം മലയാളം തന്നെയാണോ എന്നൊരു സംശയം. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും നമ്മുടെ മുന്നിൽ ദീർഘമായ വഴികൾ മുന്നിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം നാം താണ്ടേണ്ടതുണ്ട്. ആ താണ്ടുന്നതിനിടയിൽ നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക്കായിട്ടുള്ള ദൈക്ഷണികമായിട്ടുള്ള സർഗവാസനകൾ എല്ലാം നാം പരിപോഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് രക്ഷിതാക്കളല്ല ആയ നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. പിന്നെ പ്രിൻസിപ്പാളും നമ്മുടെ PTA പ്രസിഡൻറ്റും എല്ലാം കുട്ടികളുടെ 30% 40% മാർക്കിനൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയുണ്ടായി. എനിക്കാ കാര്യത്തിൽ ഒരു പേടിയില്ല. നമ്മളുടെ കുട്ടികളെല്ലാം ഏത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളായാലും 70-80% മാർക്ക് വാങ്ങിക്കൊണ്ടേ ഇവിടുന്ന് പരീക്ഷകൾ പാസ്സാകും. അതുകൊണ്ടൊരു 30 വേണം, 40 വേണം. അതൊക്കെ സർക്കാരിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിലൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ ഒരു 70, 80, 90 ആ തോതിൽ മാർക്കുകൾ വാങ്ങിയേ അടങ്ങൂ. അങ്ങനെ മാർക്കുകൾ വാങ്ങാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരവരുടെ ടീച്ചേഴ്സ് അതിന് മറുപടി പറയേണ്ടി വരും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾക്കൊരു വാണിംഗ് ആയിട്ട് ഞാൻ തരികയാണ്. അതുപോലെ ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ നിങ്ങളാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനവുമായ റോളുള്ളത്. ആ റോളിൽ നിങ്ങളുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ്, പരിശീലനം, അച്ചടക്കമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ ഒരു സാധാരണ കുട്ടികളാണെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട.
അവരൊക്കെ ഏറ്റവും വലിയ ദൈക്ഷണിക ശേഷിയും കർമ്മശേഷിയും സർഗവാസനകളും ഒക്കെ ഉള്ളവരാണ്. അതൊക്കെ അവരിൽ പരിപോഷിപ്പിച്ചാൽ ഈ ലോകത്തിൻ്റെ മുന്നിൽ, ഈ രാഷ്ട്രത്തിൻ്റെ മുന്നിൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നിൽ അവരെ നിർത്താൻ നമുക്ക് കഴിയും. അവർ നിൽക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കിതിൽ ആത്മവിശ്വാസം കുറവുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, ക്ഷമ ഉണ്ടാകണം, ലക്ഷ്യബോധമുണ്ടാകണം. ആ രീതിയിൽ രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെ വലിയ വലിയ സ്ഥാനങ്ങളിലും ഉയർന്ന പദവികളിലും നമുക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഈ സ്കൂൾ ഇവിടെ നടത്തുന്നത് വെറും കുട്ടികൾക്ക് കുറച്ച് അക്കാഡമിക് കാര്യങ്ങളോ കുറച്ച് പുസ്തകത്തിലെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളർത്തുക എന്നുള്ളതല്ല. അത് കാലഘട്ടത്തിൻ്റെ അക്കാഡമിക് ലെവലിലുള്ള ഇതിനെ വിലയിരുത്താൻ അതൊരു മാനദണ്ഡമാണെങ്കിലും നമ്മുടെ ലക്ഷ്യം MET മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം കുട്ടികളെ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാക്കി വളർത്തുക, നല്ല ഐഡൻറ്റിറ്റി ഉള്ളവരാക്കി വളർത്തുക, നല്ല ഇൻഡിവിജ്വാലിറ്റി ഉള്ളവരാക്കി വളർത്തുക. അങ്ങനെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അക്കാഡമിക് ലെവലിലുള്ള കാര്യങ്ങളോടൊപ്പം നാം ലക്ഷ്യം വെക്കുന്നത്. അതല്ല കുറേ പുസ്തകങ്ങൾ വാങ്ങി കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതെല്ലാം പ്രകടിപ്പിക്കാൻ, ഈ ലോകത്തിൻ്റെ മുന്നിൽ ശോഭിക്കാൻ, പ്രകാശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലേ ഈ കാലഘട്ടത്തിൽ അവർ അംഗീകരിക്കപ്പെടുകയുള്ളൂ, നമുക്കും തന്നെ ഒരു സംതൃപ്തിയുള്ളൂ. പിന്നെ ലോകം കുതിച്ചു പായുകയാണ്. ഒരു രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും വേണമെങ്കിൽ അതൊരു കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. കുതിച്ചു പായുന്നത് ശാസ്ത്രരംഗത്ത്, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ദൈക്ഷണിക രംഗത്ത്, സർഗരംഗത്ത്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ കഴിവുകളിലും ഇന്ന് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനെല്ലാം നേരിടാൻ അല്ലാഹു തആല തന്നത് ഒരു വലിയ സാധനമുണ്ട്. നമ്മുടെ ഈ തലൻ്റെ ഉള്ളിലുള്ള 1 കിലോ തൊട്ട് 1.5 കിലോ ഭാരമുള്ള ഒരു തലച്ചോർ. ഈ തലച്ചോറ് 1 കിലോ 1.5 കിലോ ഭാരമുള്ള സാധനമാണെങ്കിലും ഈ ലോകത്തിനെ മുഴുവനും ഭരിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണത്. തലച്ചോറിൻ്റെ ഉള്ളിലെ നരമ്പുകൾ നിവർത്തി വെച്ചാൽ 7 പ്രാവശ്യം ഭൂമിയെ ചുറ്റി വരാൻ മാത്രമുള്ള നാഡി ഞരമ്പുകൾ നമ്മളെ തലച്ചോറിൽ മാത്രമുണ്ട്. അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ 1% കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ ലൈബ്രറികളിലുമുള്ള വിജ്ഞാനം ആ 1% ഒതുക്കാൻ കഴിയും. അത്രമാത്രം ശേഷിയുള്ള ഒരു സാധനമാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. അത് നമ്മളെ തലച്ചോറിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ പൂർണ്ണ അളവിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ, കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് ലക്ഷ്യത്തിലെത്താനും നമുക്ക് കഴിയും. പൂർണ്ണ അളവിൽ എന്ന് പറഞ്ഞാൽ 100% തലച്ചോറിൻ്റെ കർമ്മശേഷി ആകെ ഈ ആലമിൽ അല്ലാഹു തആല ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ആദരവായ റസൂലാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആദരവായ റസൂലിനെ ഇൻസാൻ കാമിൽ, പൂർണ്ണനായ മനുഷ്യൻ എന്ന അഭിസംബോധന കൊണ്ട് നാം അഭിസംബോധന ചെയ്യുന്നത്. ആ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ വളർത്തുക എന്ന നല്ല ദൈക്ഷണിക ശേഷിയുള്ള വ്യക്തിത്വങ്ങൾ വളർന്നു വരണം. ആ വളർത്തി കൊണ്ടുവരാൻ ഈ മാനേജ്മെൻറ്റ് പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിജ്ഞയോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും നല്ല ഡോക്ടേഴ്സ്, നല്ല എൻജിനീയേഴ്സ്, നല്ല ആർക്കിടെക്ചറുകൾ, നല്ല ടെക്നോക്രാറ്റുകൾ, നല്ല സാഹിത്യകാരന്മാർ, നല്ല കവികൾ, നല്ല സ്പോർട്സ്മാൻമാർ, നല്ല ഗായകർ, നല്ല നർത്തകർ, നല്ല കവികൾ, നല്ല പ്രാസംഗികർ, നല്ല വക്കീലന്മാർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്നും വളർത്തിക്കൊണ്ടുവരിക, അതിനുവേണ്ടി അധ്വാനിക്കുക, പ്രയത്നിക്കുക. അങ്ങനെ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ച് ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഉയർന്ന നിലവാരത്തിലെത്തും. ഞാൻ ഓരോ ക്ലാസ്സിലിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സയൻസ് ഫെയർ, ആ സയൻസ് ഫെയറിൽ ഏറെക്കുറെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പോയി പരിശോധിക്കുകയുണ്ടായി. ഞാൻ തന്നെ അതിശയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ കുട്ടി ഓരോ ക്ലാസ്സിലും കാഴ്ചവെച്ചിരുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത്ര പ്രോത്സാഹനമോ വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ വേണ്ട മാതിരിയിൽ നടത്തിയിരുന്നില്ല. എങ്കിൽ പോലും അതിൽ അവർ പ്രകടിപ്പിച്ചിരുന്ന പലതും കണ്ടാൽ അതിശയിച്ചു പോകും.
നമുക്ക് തന്നെ അഭിമാനം തോന്നും. അതൊക്കെ അന്ന് രക്ഷിതാക്കളെയും കൂടി പങ്കെടുപ്പിച്ച് കാണിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥലപരിമിതിയും മറ്റു പരിമിതികളും കാരണം അത് ചുരുക്കി അത്തരം കാര്യങ്ങളിലൊന്നും ഒരുപാട് അധ്വാനിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന് മുന്നൊരുക്കങ്ങളും പിന്നൊരുക്കങ്ങളൊക്കെ മറ്റുണ്ട്. അപ്പോൾ അത് കാരണം അതൊന്നും രക്ഷിതാക്കളെ പങ്കെടുപ്പിക്കാൻ അതിൽ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത്തരം പരിപാടികൾ ഇനി രക്ഷിതാക്കളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിരിക്കും അടുത്ത വർഷം മുതൽ. പിന്നെ ഇതുപോലെ ഈ വർഷം നമ്മളൊരുപാട് പദ്ധതികൾ നമ്മുടെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്ന് +2 തുടങ്ങുക എന്നതാണ്. പല രക്ഷിതാക്കളും കുട്ടികളെ LKGയിലേക്ക് ചേർക്കാൻ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നു, ഇവിടെ എന്താ 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ പുറത്തേക്ക് പോകണ്ടേ, SSLC കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾ ഇവിടെ പിന്നെ +2 തുടങ്ങാത്തത് എന്ന ചോദ്യം വളരെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ തന്നെ +2 തുടങ്ങാനുള്ള ലക്ഷ്യവും ഉദ്ദേശമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴാണ് അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നത്. പിന്നെ അതിനുള്ള സ്ഥലമെടുത്തു, അതിനുള്ള ബിൽഡിംഗ് പ്ലാനുകൾ കൊടുത്തു. ബിൽഡിംഗ് പ്ലാനൊക്കെ വളരെ ദീർഘമായ തടസ്സവാദങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് അംഗീകരിച്ചു, കിട്ടി. ഇപ്പോൾ നമ്മളതിൽ പണി തുടങ്ങാൻ പോകുന്ന സമയത്താണ് ഈ മഴ വന്നത്. ഏതായാലും മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പണികൾ തുടങ്ങും. അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് നമ്മുടെ ഒരു വിജയത്തിൻ്റെ പൊൻതൂവലായിട്ട് മാറും. പിന്നെ അതുപോലെ ആ അക്കാഡമിക്കലല്ലാത്തൊക്കെ ഒരുപാട് സ്പോർട്സ്, അതുപോലെ നമ്മളുടെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾ ഇത് വിദ്യാഭ്യാസ രംഗത്തല്ലാതെ പിന്നെ നമ്മൾ സ്കൂളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും അടുത്ത വർഷം മുതൽ CCTV വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ വെച്ചാൽ ഓഫീസിലിരുന്നു കൊണ്ട് പ്രിൻസിപ്പാൾക്ക് എല്ലാ ക്ലാസ്സുകളെയും സർവൈലൻസ് നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം വേണം. അതിന് എല്ലാ ക്ലാസ്സുകളിലെയും CCTV വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും എയർ കണ്ടീഷൻ ആക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ട പവർ സപ്ലൈക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ സോളാർ സിസ്റ്റം വെച്ചുകൊണ്ട് നല്ല പിന്നെ പവർ സപ്ലൈ ഒരു ഇൻട്രപ്ഷനും കൂടാതെ നടത്താനുള്ള സൗകര്യങ്ങളാക്കി. അതുപോലെ എല്ലാ ഫ്ലോറിലും കുടിവെള്ളം, നല്ല ശുദ്ധമായിട്ടുള്ള പ്യൂരിഫൈഡ് വാട്ടർ, ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന നിലയിൽ എന്തൊക്കെ ഇവിടെ ഉള്ള ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് തൊട്ട് എന്തൊക്കെ വേണമോ അതൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നടപ്പാക്കും. ഇനിയിപ്പോൾ നമ്മളെ ലക്ഷ്യത്തിലുള്ളത് ഓരോ ക്ലാസ്സുകളും ഓരോ സിംഗിൾ ബെഞ്ചുകൾക്ക് പകരം ബെഞ്ചുകൾ ഒഴിവാക്കുക, അതിനുള്ള സിംഗിൾ ടേബിളും പിന്നെ ചെയറും ഉള്ള രീതിയിലുള്ള ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്യാനാണ്. ഇപ്പോൾ ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്യുന്നതിന് ഇപ്പോൾ ഇങ്ങനെ ക്രോസ് ലെവലിൽ ഉള്ള രീതിയാണ്. ഇതിന് പകരം സർക്കുലർ ഓവൽ ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ് നടത്താനാണ് ഗവൺമെൻറ്റും അത് ആലോചിക്കുന്നുണ്ട്. നമ്മൾ കുറേ മുമ്പ് തന്നെ ആലോചിച്ചതാണ്. ഇപ്പോൾ കൊല്ലം മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ച് എന്ന പ്രശ്നം ഒഴിവാകും. പിന്നിലിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കുന്ന രീതിയിലാണ് ഈ സെമി സർക്കുലർ രീതിയിൽ ഓവൽ ടൈപ്പിൽ നമ്മുടെ ക്ലാസ് അറേഞ്ച്മെൻറ്റുകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഫർണിച്ചർ ഇതൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എന്തായാലും ഇതുപോലെ ഗുണകരവും പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്, മനസ്സിലുണ്ട്. പിന്നെ ദീർഘകാലമായിട്ട് ഞാൻ ഓരോ മീറ്റിങ്ങുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്കൂളിൽ ഒരു നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്ന്. സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പണ്ട് കുളങ്ങളിലും പുഴകളിലും തോടുകളിലൊക്കെയാണ് പോയി കുട്ടികൾ കുളിച്ചിരുന്നത്. ഇപ്പം അതിനുള്ള അവസരമില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ കുട്ടീനെ തന്നെ ഉണർത്തി വെള്ളമൊക്കെ തട്ടി ഉണർത്തി വേഗത്തിൽ അവരെ കുളിപ്പിക്കുക കഴിച്ച് സ്കൂളിലേക്ക് അയക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോ രക്ഷിതാവും. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങൾക്ക് കാണാനോ പോകാനോ അനുഭവിക്കാനോ ഉള്ള അവസരമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഈ വെള്ളത്തിൽ വീണുകൊണ്ടുള്ള പിന്നെ അപകടങ്ങൾ ഒരുപാട് അധികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ പ്രതിരോധിക്കാനും കുട്ടികൾക്കൊരു ഉല്ലാസത്തിനൊക്കെ വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മുടെ നാട്ടിൽ തന്നെ വേണം ഉണ്ടാകുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാൻ വളരെ കാലമായി ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വലിയ ഭാരിച്ച ചെലവ്, അതോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു റിസ്ക്, ഈ രണ്ട് സംഗതി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ലാഗ് ചെയ്ത് പിന്നെ കൊണ്ടുവന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ +2 കഴിഞ്ഞതിന് ശേഷമോ അതിനോടൊപ്പമോ ആ പരിപാടിയും കൂടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം മുതൽ ഒരുപാട് അതല്ലാത്ത കാര്യങ്ങൾ
ഉദ്ദേശിച്ചിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് സ്വിമ്മിങ് തൊട്ട് ഹോഴ്സ് റൈഡിങ് വരെ, കുതിരപ്പന്തയങ്ങൾക്ക് സന്നദ്ധരായിട്ടുള്ള കുട്ടികളെ വരെ ഇവിടുന്ന് വാർത്തെടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കൂളിൽ എന്തൊക്കെ കിട്ടുന്നുണ്ടോ, ഇന്ന് ഇന്ത്യയിൽ ഊട്ടിയിലുള്ള ബ്ലൂ ഡെയിൽ സ്കൂള്, അതുപോലെ ഏർക്കാടുള്ള മോൻസ്ഫോർഡ് സ്കൂള്, ഇവിടെയൊക്കെ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ബ്ലൂ ഡെയിൽ സ്കൂളുകള പോലെ, മോൻസ്ഫോർഡ് സ്കൂളുകളെ പോലെ എല്ലാം കോട്ടികളി തൊട്ട് പട്ടൻചുള്ളി കളി തൊട്ട് ഹോഴ്സ് റേസ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും, അങ്ങനെ കുട്ടികളെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് അവരുടെ സർഗവാസനകളോടൊപ്പം അവരുടെ ദൈക്ഷണിക ശേഷിയും കായിക ശേഷിയും ഒക്കെ വളർത്താനാണ് നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഈ മാനേജ്മെൻറ്റിനുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സ്കൂൾ നടത്തിക്കൊണ്ടുപോയി കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തുക, പാസ്സാക്കി വിടുക എന്നത് ഒരു ലക്ഷ്യമേ നമുക്കില്ല. പിന്നെ നമുക്കുള്ളൊരു വലിയ ഭാഗ്യം, ഈ മാനേജ്മെൻറ്റിനുള്ളൊരു വലിയ ഭാഗ്യം, ഇതിലുള്ള ട്രസ്റ്റ് അംഗങ്ങളെല്ലാവരും നല്ല സാമ്പത്തിക സൗകര്യം അല്ലാഹു തആല നൽകിയവരാണ്, നല്ല നിയമത്തിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ ധാരാളം സാമ്പത്തികമായിട്ട് ഇതിലേക്കൊക്കെ വേണ്ടി ചെയ്യാൻ സന്നദ്ധരുമാണ്. ഇതുമാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കളും ഏറെക്കുറെ അങ്ങനെയുള്ളവരാണ്. വളരെ ദാരിദ്ര്യമല്ലോ ബുദ്ധിമുട്ടുന്ന ലെവലിലോ ഉള്ള രക്ഷിതാക്കൾ വളരെ കുറവാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കളാണ്. അതുപോലെ കുട്ടികളും തന്നെ എല്ലാ നന്മകളോടുകൂടി ജനിച്ചു വളർന്നവരാണ്. അംഗവൈകല്യങ്ങളില്ലാതെ, ബുദ്ധി വൈകല്യങ്ങളില്ലാതെ, അതൊക്കെ അങ്ങനെയുള്ള എല്ലാ കഴിവുകളും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നിഅമത്തും ബർക്കത്തും സലാമത്തും റഹ്മത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. ആ റഹ്മത്തും ബർക്കത്തും സലാമത്തിനൊക്കെ അനുസരിച്ച് നിങ്ങളെ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് വളർത്തണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ബാക്കി മാനേജ്മെൻറ്റ് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമുക്കുള്ളത് ഒരുപാട് പ്രകൃതിപരമായിട്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻ ഒരു വലിയ അപകടങ്ങളിൽ നിന്നും റോഡിൻ്റെ സൗകര്യമുണ്ട്, റോഡിൻ്റെ അപകടങ്ങളില്ല, റോഡിൻ്റെ സൗകര്യമുണ്ട്. പൊടിപടലങ്ങളോ ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷമോ റോഡിൽ നമുക്കില്ല. നമ്മളൊരു ഐസൊലേറ്റഡ് ആണെങ്കിലും ഈ വക സൗകര്യങ്ങൾ നമുക്ക് പ്രകൃതിപരമായിട്ട് തന്നെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ നന്മക്കും കുട്ടികളുടെ നന്മക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനുമൊക്കെ അത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യമുള്ള സ്കൂളുകൾ വളരെ 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 കുറവാണ്. ഒന്നുകിൽ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ് അല്ലെങ്കിൽ ടൗൺ, അതിൻ്റെ ശബ്ദമുഖരിതമായിട്ടുള്ള പൊടിപടലങ്ങളുടെ ഇടയിൽ ആണ് പലതും. നമുക്കതൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സൗകര്യം നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ നേട്ടമാണ്. പിന്നെ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചില പരിമിതികളുമുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ അഡ്മിഷൻ വന്ന സമയത്ത് അഡ്മിഷൻ ആവശ്യപ്പെട്ട് വന്ന മുഴുവൻ രക്ഷിതാക്കളെയും കുട്ടികളെയും ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവസാനം വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലേക്ക് ഒരു 20 ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ 20-25 കുട്ടികളാണ് LKG UKG ഞാൻ ലക്ഷ്യം വെക്കുന്നത്. കുറച്ചും കൂടി ഉയർന്നതാണെങ്കിൽ 30-35 വരെ. അപ്പോൾ അതിലും കൂടുതൽ അഡ്മിഷൻ വന്നാൽ ഈ ക്ലാസ്സുകൾ ഇവിടെ ഇല്ല, അധ്യാപകരില്ല. അതിനുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ട്. ഒരു ക്ലാസ് അധികമാക്കണമെങ്കിൽ അതിന് ക്ലാസ് ടീച്ചർ വേണം, സബ്സ്റ്റിറ്റ്യൂട്ട് വേണം, ആയ വേണം. ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരുപാട് മാറും. മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ഭാരവും വരും. അപ്പോൾ ഈ വക കാരണങ്ങളെ കൊണ്ട് നമുക്ക് ലിമിറ്റഡ് ആക്കിയിട്ട് വെച്ചേക്കാണ് അഡ്മിഷൻ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം. അത് ലിമിറ്റഡ് ആണെങ്കിൽ ടീച്ചേഴ്സിന് അവരെ വേണ്ടമാതിരി ശ്രദ്ധിക്കാൻ കഴിയും, ഫോക്കസ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഇങ്ങനെ ലാഗേജ് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളിലോ മറ്റുള്ള സ്കൂളുകളിലോ ഉള്ള മാതിരി ലാഗ് ചെയ്ത് കുട്ടികൾ ഒരു ഭാഗത്ത് കളിയും ചെറിയും പാട്ടും തല്ലിപ്പൊടിയും കച്ചറയൊക്കെ ആയിട്ട് നടക്കും. ടീച്ചർ മനോരമയോ മാതൃഭൂമിയോ മംഗളമോ പത്രമോ അല്ലെങ്കിൽ വീക്കിലോ വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി അതൊക്കെ ഏറെക്കുറെ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോലുള്ള റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ വളർന്നു വന്നപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ രംഗം ഒരു കോമ്പറ്റീഷൻ്റെ കൈ മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെട്ടതോടുകൂടി ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലേക്കും കുട്ടികൾ ചെല്ലാതായി. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അവരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല, വിദ്യാഭ്യാസം അവർക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുട്ടികളെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഗവൺമെൻറ്റും എയ്ഡഡ് സ്കൂളുകളുള്ള. അതും കൂടാതെ മുമ്പ് ഒരു ടീച്ചറായി ജോലി കിട്ടി ഒരു 3 മാസം 6 മാസം കഴിഞ്ഞാൽ പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നും സർക്കാരിന് ചെയ്യാൻ നിവൃത്തില്ല. മാനേജ്മെൻറ്റ് അവരെ ഒന്നും ചെയ്യാൻ നിവൃത്തില്ല. അവരുടെ സംഘടനകൾ അവർക്ക് വേണ്ടിയിട്ട് കോടതിയിലും മറ്റിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അത് കാരണം ഒരു സ്റ്റാഗ്നേഷനിലായിരുന്നു ഒരു വിദ്യാഭ്യാസ രംഗമുണ്ടായിരുന്നത്. അതൊക്കെ ഇന്ന് മാറി തുടങ്ങി. ഉമ്മൻചാണ്ടിയുടെ പീരീഡിൽ
പിന്നെ ഓരോ ക്ലാസ്സിലും വേണ്ട മിനിമം കുട്ടികൾ ഇല്ല എങ്കിൽ അവസാനം വന്ന ടീച്ചർ സ്കൂളിൽ നിന്നും പിരിച്ചുവിടും, അല്ലെങ്കിൽ ഒഴിവായി പോകേണ്ടി വരും. പിന്നെയും ടീച്ചേഴ്സ് കുട്ടികളില്ല എങ്കിൽ, വേണ്ട മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾ ഇല്ല എങ്കിൽ അതിന് മുമ്പ് വന്ന ടീച്ചർ പോകും. ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നിയമപരമായിട്ട് വന്നതുകൊണ്ട് ടീച്ചേഴ്സും തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ, കുട്ടികളെ എണ്ണം നിലനിർത്താൻ നിർബന്ധിതരായി. അങ്ങനെ ആ നിർബന്ധിത സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സും എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാം രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ കണ്ട് അവരെ സ്കൂളിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥിതി എത്തി. ഈ സ്ഥിതി ഉണ്ടായതിന് കാരണം ഇതുപോലുള്ള റെക്കഗ്നൈസ്ഡ് സ്കൂളിൽ അവർക്ക് വെല്ലുവിളിയായി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളിയും സാധാരണ ഉണ്ടാകാറുള്ള ഒരു വെല്ലുവിളി ഇന്നും നമ്മുടെ പ്രധാന അധ്യാപകൻ്റെ ഭാഗത്തുണ്ടാക്കിയ എനിക്ക് നിങ്ങളൊക്കെ കാണാനും പറയാനുള്ള അവസരം വളരെ കുറവാണ്. അപ്പോൾ കിട്ടുന്ന നേരത്ത് ഞാനും തന്നെ നീട്ടി വലിച്ചെല്ലാം പറയാണ്. അതേ സമയത്ത് ക്ലാസ് ടീച്ചേഴ്സിനോ പ്രധാന അധ്യാപകനോ പ്രിൻസിപ്പാൾക്കും ഒക്കെ നിങ്ങളായിട്ട് പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഈ കിട്ടുന്ന അവസരത്തിൽ വെച്ച് പീക്കുക. അതുകൊണ്ടാണ് സംസാരം നീണ്ടുപോകുന്നത്. ഇപ്പോൾ വാണിംഗ് തന്നിരിക്കുകയാണ്, നീട്ടേണ്ട സമയമൊക്കെ. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. പിന്നെ അപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾക്ക് 2-3 അനുഗ്രഹങ്ങൾ വേറെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുണ്ട്. നമ്മളുടെ PTA പ്രസിഡൻറ്റ് ജനാബ് അബൂബക്കർ സിദ്ദീഖ് അവർകൾ ഇവിടെ സ്കൂൾ, നമ്മളെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അതിനേക്കാളും അപ്പുറം നല്ല ഹൈലി ക്വാളിഫൈഡാണ്. കോഴിക്കോട് NITയോ IITയിലൊക്കെ ഉള്ള പിന്നെ അധ്യാപകനാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക രംഗത്ത് വളരെ മികച്ച ഇത് പുലർത്തുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ സേവനം PTA പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് വളരെ അംഗീകാരമുണ്ട്. അതിന് മുമ്പ് PTA പ്രസിഡൻ്റായിരുന്ന അഷ്റഫ് രാങ്ങാട്ടൂരും അങ്ങനെ തന്നെ. പിന്നെ നമ്മളെ സ്കൂളിലും കുന്നത്ത് അംസാജി പോലുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഗൾഫിലൊക്കെ നല്ല വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീമാണ് യഥാർത്ഥത്തിൽ PTA-യിലും ഉള്ളത്, മാനേജ്മെൻറ്റിലും ഉള്ളത്. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്തായാലും ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതിന് പകരം നമ്മളെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാനും നമ്മളെല്ലാവരും അധ്വാനിക്കണം, ശ്രമിക്കണം. ആ ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെ ഇന്നമൽ ആയമാരു ബിന്നിയാത്ത് എന്നാണല്ലോ നമ്മുടെ ഇത്. അതായത് ഖുർആൻ്റെ പുറത്ത് ലാ യമസുഹു ഇല്ലൽ മുത്തഹറുൻ എന്ന് പറഞ്ഞ ഒരു ആയത്താണ് ഖുർആൻ്റെ ചട്ടപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ 40 വർഷത്തോളം ഇമാം ബുഹാരി റളിയല്ലാഹു അൻഹു ഹദീസുകളൊക്കെ ശേഖരിച്ചിട്ട് ആ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പുറത്തുള്ളത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്താണ്. ഓരോ പ്രവൃത്തികളും കെട്ടുപെടുന്നത് അതിൻ്റെ നിയ്യത്തിനോടാണ് എന്ന് പറഞ്ഞ ഒരു ഹദീസാണ്. അപ്പോൾ ആ ഇത് പ്രകാരം നമ്മുടെ നിയ്യത്ത് കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നന്നായി എത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പ് ഇവിടെ 2-3 കാര്യങ്ങൾ കൂടി നമ്മളെ പത്രങ്ങളുടെ പ്രകാശനം, അതുപോലെ നമ്മളെ ഡിജിറ്റൽ ബോർഡിൻ്റെ ഒരു ഡിസ്പ്ലേ, പിന്നെ കുട്ടികളുടെ അവാർഡ് ദാനങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളും കൂടി നടക്കാനുണ്ട്. അതൊക്കെ നടക്കും. അതിനൊക്കെ നടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനയും ഉണ്ടാകും. നല്ല നിലയിൽ നടക്കാനുണ്ടാവട്ടെ. അതിനോടൊപ്പം ഭാവിയിൽ ഇതുപോലെ നല്ല എമിനൻ്റായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് വളർന്നു വരാനും ഈ സ്ഥാപനത്തിനും നിങ്ങൾ രക്ഷിതാക്കളായ നിങ്ങൾക്കും നല്ല പേരും പ്രശസ്തിയും ഉണ്ടാവാനും ഖിയാമത്ത് നാൾ വരെ അവരെ പേര് അനുസ്മരിക്കപ്പെടുന്ന രീതിയിലുള്ള പൗരന്മാരായി അവരിവിടെ വളരാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഉത്തമ ആയത്തുദ്ധരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുദ്ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഖിറു ദഅവാന. Round of applause for the toppers, Muhammad Rishad PC.
പിന്നെ ഇവിടെ നോക്കലൊക്കെ ഈ മൊമെന്റുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷം കിട്ടിയ ഏറ്റവും ചുരുങ്ങിയ ട്രോഫി ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത് ഇന്ററാക്റ്റീവ് പാനൽ അതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വലിയ വലിയ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Thank you, sir. And Fatimata Liana K. Now on stage, Rania Rashid KP is receiving the award for full A+. Thank you, sir. Next, Fatima Rima TK, full A+ winner of our last year. Fatima Rima TK on the stage. Next, Fatima Liana K. Fatima Liana K on the stage. Thank you, sir. Next, I welcome Mr. Majid, sponsor of our Mavima paper, for felicitation. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ MET സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങളെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഏറ്റവും നല്ലൊരു കർമ്മത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ വളർച്ച ഏറ്റവും ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ് റൂമുകളിലും മലയാള പേപ്പർ കുട്ടികൾക്ക് വായിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഇവിടെ എത്തിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായ ശ്രമത്തിലൂടെയാണ് ഇത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇതിൻ്റെ ഈ വേളയിൽ ഇതിന് സന്നിധനാകുവാനും ഇതിൽ ഭാഗമാക്കുവാനും എനിക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയതിന് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ വിദ്യാഭ്യാസവും ഊന്നൽ നൽകിക്കൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഏറ്റവും നല്ല രൂപത്തിലുള്ള കുട്ടികൾക്ക് ഉയരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ മെത്തേഡുകളും ഇവിടെ നടപ്പിലാക്കി കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേർന്നു. അതോടൊപ്പം നമ്മുടെ മക്കൾ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രയാസം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മതപരമായ വിഷയത്തിലൂടെ കുട്ടികളെ ഭൗതികത രൂപത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി കുട്ടികളെ ഏറ്റവും നല്ല അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവകാശികളായി മാറുന്ന രൂപത്തിലുള്ള കുട്ടികളായി മാറാൻ കൂടെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായി പഠിപ്പിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ കൂടെ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. METയുടെ ഭാരവാഹികളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബൈജു. ഞാൻ നെസ്ട്രോ സോളാർ എന്ന് പറഞ്ഞ സ്ഥാപനവുമായി നടക്കുന്ന ആളാണ്. 2012 മുതൽ തിരൂർ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ MET സ്കൂളിലും ഞങ്ങൾ സോളാറുമായി ബന്ധപ്പെട്ടിട്ട് സോളാറൊക്കെ സ്ഥാപിച്ചത് ഞങ്ങൾ തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഒരു പ്രൊഫഷണലായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങളുടെ പഠനത്തോടൊപ്പം ലോകത്തിലെ ഓരോ മാറ്റങ്ങളും, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളും, നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും നടക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ എല്ലാം നമ്മൾ അറിയണം. നമ്മൾ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്.
ആ അറിവ് വലിയൊരു മുതൽക്കൂട്ടാണ് നിങ്ങളെ ഭാവിയിൽ. അപ്പോൾ അതിനൊരു ഭാഗവാക്കാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എല്ലാവരും കുട്ടികൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഒരു നല്ല സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുക. നിങ്ങൾ പഠിച്ച് ഉയരത്തിലെത്തുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, സ്കൂളിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും അതിൻ്റെ ടീച്ചേഴ്സിനും ഒക്കെ ഒരു അംഗീകാരം കൂടിയാണ്. അതിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ടീച്ചേഴ്സ്, വിപുലമായ പരിപാടിയാണ് നടന്നിട്ടുള്ളത്. എല്ലാവരും എല്ലാ തിരക്കിലാണ്. എന്നാലും ഈ പരിപാടിക്ക് വേണ്ടി ഒരാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. മാതൃഭൂമി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മധുരം മലയാളം എന്നൊരു പദ്ധതിയുടെ ഉദ്ഘാടനം നമുക്കിവിടെ ഇപ്പോൾ ഈ സമയത്ത് നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും 5 പത്രം ഇത് നമുക്ക് സ്കൂളിലെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് വായിക്കുക, നമ്മുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം വായന എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. വായനയുടെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മൊബൈൽ ഫോൺ അതുപോലെ മറ്റ് പല എൻ്റർടൈൻമെൻറ്റിനും അങ്ങനെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ വായനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മലയാള ഭാഷയോടുള്ള നമ്മുടെ ആഭിമുഖ്യം വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മാതൃഭൂമി ഇങ്ങനൊരു മധുരം മലയാളം പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഈ സ്കൂളിലേക്ക് 5 കോപ്പി പത്രം സ്പോൺസർ ചെയ്തത് നമ്മുടെ നെസ്ട്രോ സോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ ബൈജു സാറാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, പത്രം കൃത്യമായിട്ട് വായിക്കുക. നേരത്തെ ചെയർമാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈശ്വരൻ ഒരു തലച്ചോറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് തിരിച്ച് അതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വായന എന്ന് പറയുന്നത് നല്ല ഒരുപാട് ചിന്തകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ചിന്തകളാണ് നമുക്ക് വാക്കുകളായും പ്രവൃത്തികളായും നമ്മുടെ ശീലവും സ്വഭാവമൊക്കെ പരിണമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. നല്ലൊരു വായന, ഈ പത്രം മാത്രമല്ല മറ്റെല്ലാ പുസ്തകങ്ങളും ഒക്കെ വായിച്ച് നല്ല പൗരന്മാരായിട്ട് വളരാൻ ഈ ഒരു ഉദ്യമം സഹായിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. They are receiving the award from Mr. T.P. Vinod Kumar, Junior Sales Organizer of Madhrubhumi newspaper. Aisha Hamna on the stage.
Saharat. Hifa Saharat. Thank you, sir. Next, I welcome Mr. Subhash P. from Malayalam Manorama for felicitation. ഗുഡ് ആഫ്റ്റർനൂൺ. സുദീർഘമായൊരു പ്രസംഗത്തിനൊന്നും സമയമില്ലെങ്കിലും ഈ MET മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്നേഹം വളരെ വലുതാണ്. കാരണം നമ്മൾ മലയാള മനോരമ എന്തൊരു പ്രോഗ്രാം പറഞ്ഞാലും അത് ഈ മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യാറുണ്ട്. സാറ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു ന്യൂസ് നിഞ്ച എന്നൊരു കാര്യത്തെക്കുറിച്ച്. ഈ നിഞ്ച എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് സാറിനോട് ചോദിച്ചു. ആക്ച്വലി നിഞ്ച എന്ന് പറയുന്നത് ഒരു സ്കിൽ, അതൊരു കഴിവ്. നമ്മൾ ജാപ്പനീസ് വേർഡാണ് നിഞ്ച. കഴിവ് എന്നാണ് വേർഡിന് അർത്ഥം. നമ്മൾ പത്രം വായിച്ചുകൊണ്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാമായിട്ട് ഇവിടെ വന്നപ്പോൾ മാനേജ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് ചെയർമാൻ സാറൊക്കെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് മനോരമയ്ക്ക് പ്രത്യേകിച്ച് സ്പോൺസറിൽ ഈ മാനേജ്മെൻറ്റ് തന്നെയാണ് നമുക്ക് 10 പത്രം തരുന്നത്. അപ്പോൾ പത്രവായനയ്ക്ക് വേണ്ടി അത്രത്തോളം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിന് മുന്നേയും കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഈ പ്രോഗ്രാമിന് വന്നിരുന്നു. എല്ലാ വർഷവും ഇവിടെ 3 പത്രങ്ങൾ നിർബന്ധമായിട്ട് കുട്ടികളെ വായിപ്പിക്കാൻ ഈ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതിൽ ചോദിച്ചാൽ പലർക്കും അറിയാൻ പറ്റും. ഒരു യൂട്യൂബറുടെ പേര് ചോദിച്ചാൽ പലർക്കും അറിയാൻ പറ്റും അല്ലേ? തൊപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തൊപ്പി എത്ര പേർക്കറിയാം? ശുഭാംശി ശുക്ല എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശുഭാംശി ശുക്ല കേട്ടിട്ടുണ്ടോ? എത്ര പേര് പത്രം സ്ഥിരമായിട്ട് രാവിലെ വായിക്കാറുണ്ട്? ജസ്റ്റ് ഒന്ന് കൈവെക്കാവോ? എത്ര പേര് വായിക്കാറുണ്ട്? അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്തുന്ന പത്രങ്ങൾ കൃത്യമായിട്ട് വായിക്കുക, പത്രവായന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ഇവിടുത്തെ എനിക്കറിയാം ഈ സ്കൂളിലെ നിങ്ങൾ അക്കാദമിക് ലെവലിൽ ഈ മാനേജ്മെൻറ്റ് എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Tanha Jasmine KC and Fatima Minha KC. Tanha Jasmine KC is receiving the award from Mr. Subhash. Next, Fatima Minha KC. 10th Standard Madrasa Toppers Award distribution is going on. Thank you, sir. Thank you, sir. Next, I welcome. Good result to our campus. Also, I appreciate our teachers who supported our kids. Also, thank you for everybody. Thank you very much. Congratulations. Thank you. Jai Hind. Lubna AP and Famia Sharafu, Madrasa top winners, please come on to stage for receiving your awards. They are receiving award from Mr. Kunnat Hamza Haji. Lubna AP on stage and Famia Sharafu. അസ്സലാമു അലൈക്കും. എന്താണ് ഇനി പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഒരുപാട്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം കുട്ടികളെ ഒച്ചപ്പാടൊന്നും എല്ലാവർക്കും തിരിയില്ല. അപ്പോൾ ഞാനും കുറേ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ താങ്ക് യു. ഞാൻ നിർത്തിയില്ല. അസ്സലാമു അലൈക്കും. Receiving award from Edayat Muhammad Kutti, MET Trust member. Fatima Minsha D. Fatima Rifa PC next. Fatima Rifa PC. Fatima Rifa PC on the stage. Fatima Shifni. Fatima Shifni. Fatima Shifni on the stage. Minna Fatima KC, PC. Minna Fatima PC on the stage. Next, Aslaha Nafisa KP. Aslaha Nafisa KP.
അസ്സലാമു അലൈക്കും. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, MET സ്കൂളിൻ്റെ PTA ജനറൽ ബോഡിയും അവാർഡ് വിതരണ ചടങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. MET സ്കൂള് ഒരു കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരള സിലബസിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു മെച്ചം ഞാൻ ഈ വർഷം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായ ഒരു സംഭവം പറയാം. കാരണം ഞാൻ മറ്റൊരു സ്കൂളിലെ ഒരു PTA വൈസ് പ്രസിഡന്റ് കൂടിയാണ്. CBSE സ്കൂളുകളിൽ നിന്ന് 95%, 85%, 90% ഒക്കെ മാർക്ക് വാങ്ങി വരുന്ന കുട്ടികൾക്ക് +1 അഡ്മിഷൻ കിട്ടാത്ത ഒരവസ്ഥയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ 4 രക്ഷിതാക്കളാണ് എൻ്റെ അടുത്ത് വന്നത് ഒരു +1 അഡ്മിഷന് വേണ്ടി, മാനേജ്മെൻറ്റിൻ്റെ സീറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി. ഞാൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങിയപ്പോൾ ഒരു കുട്ടിക്ക് 92% മാർക്കുണ്ട്, മറ്റൊരു കുട്ടിക്ക് 85% മാർക്കുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് +1 അവരുദ്ദേശിച്ച സീറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പല രക്ഷിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ CBSEക്ക് പറഞ്ഞയക്കുന്നത്? 10ാം ക്ലാസ് വരെ നിങ്ങൾ നല്ല ഫീസ് കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നു, മാനേജ്മെൻറ്റിൻ്റെ സീറ്റ് സ്കൂളിൽ വാങ്ങുന്നത്. നേരെ മറിച്ച് കേരള സിലബസിൽ വരുന്ന 7 A+ഉം 3 A ഉള്ള കുട്ടികൾക്ക്, 8 A+ ഉള്ള കുട്ടികൾക്ക് ഒരുപാട് സ്ഥലത്ത് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ പല രക്ഷിതാക്കളോടും പറയാറുണ്ട്, നിങ്ങൾ CBSEക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ വെച്ചിട്ടോ 8ാം ക്ലാസ്സിൽ വെച്ചിട്ടോ ആ കുട്ടികളെ അവിടെ നിന്ന് TC വാങ്ങിക്കൊണ്ട് മറ്റുള്ള കേരള സിലബസിലുള്ള സ്കൂളുകൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങാൻ സാധിക്കും. ഈ 80% മാർക്ക് വാങ്ങിയ CBSEക്ക് 80% മാർക്ക് വാങ്ങിയ കുട്ടിക്ക് തീർച്ചയായിട്ടും ഫുൾ A+ കേരള സിലബസിൽ വാങ്ങാൻ പറ്റും. ആ കുട്ടിക്ക് +1 സീറ്റ് ലഭിക്കും. എന്നിട്ട് പലപ്പോഴും പല CBSE സ്കൂളുകളിൽ നിന്നും TC കൊടുക്കുന്നില്ല, അവർ നിർബന്ധിച്ച് അവരെ അവിടെ വാങ്ങിയേക്കുക. വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. അത്രയും കുട്ടികളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചു വരുന്ന കുട്ടികൾക്ക് ഫുള്ള് A+ വാങ്ങിയ കുട്ടികൾക്ക് തന്നെ സീറ്റ് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഇത് കേരള സിലബസ് ആയതുകൊണ്ട് ഇവിടുന്ന് വാങ്ങി പാസ്സാകുന്ന A+ഉം 7 A+, 8 A+ കുട്ടികൾക്കൊക്കെ പാസ്സാകും, അവർക്ക് സീറ്റ് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഉണർത്താനുള്ളത്. ഈ ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PV, Haima A on the stage. USS winner Sanha P and Muhammad Rishad P. Please come on the stage. Muhammad Rishad P. USS winner Sanha P. Muhammad Rishad P. Sanha P is receiving the award. Next, Muhammad Rishad P. USS winner, Muhammad Rishad P. Next, Manorama Nallapadam, full A+. House teacher, please come on to stage for receiving the award. Come on to the mic point immediately. Now,
Science teacher is receiving Nallapadam Full A+ award for our MAT school from Subhash P. Manorama newspaper. Thank you, sir. Next, I welcome Sharif Haji for award distribution. Fatima Safa, 9 A+ winner of last year. Fatima Safa V, Fatima Rifa P and Fatima Fida K. 9 A+ winners of the academic year 2024-2025. Fatima Safa V on the stage. She is receiving the award from our MET Dress Secretary Sharif Haji. Fatima Safa V. Next, Fatima Rifa P. Fatima Fida K. മിന്നൽ എഫ് സിയിലെ സഹൽ ഏതെടുത്തു? ടീം അതങ്ങ് ഏറ്റെടുത്തു. Fatima Fida K. Next we are having SSLC 100% result District Panchayat Award. Sharif Haji is handovering to our Vice Principal Devi teacher. SSLC 100% result Vijay Beri Excellence Award. Vijay Beri Excellence Award from District Panchayat Malappuram. Our Vice Principal is receiving it from our MET Secretary Sharif Haji. Thank you, sir. Next, I welcome Abu Bakr Siddiq for 100% result KRSMA Award. Our Nimisha teacher is receiving the award from PTA President Abu Bakr Siddiq. KRSMA Award for 100% result for the academic year 2024-25. Nimisha teacher is receiving the award from PTA President Mr. Abu Bakr Siddiq. Thank you, sir. Next, we are having Scout Certificate Distribution. Ajisal Salim PT, Muhammad Saban P and Abdul Hadi P. Please come on to the stage. Our principal, Chekuti sir, is handovering the award certificate. Ajisal Muhammad Saban P. Next, Muhammad Saban P. Shambil Muhammad P. Shambil Muhammad P. Muhammad Shahil CP. Muhammad Sabah P. Shahan MB. Shahan MB is receiving Scout certificate from our principal, sir. Thank you, sir. Next, we are having CBN certificate distribution. Now on the stage, Muhammad Sayyad B receiving the CBN certificate from Islamic HOD Moideen Ustad. Aidin Adam. Aidin Adam K. Muhammad Amal Manas.
ടീച്ചർ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് വിളിച്ചത്. ഇപ്പോൾ ആനുവൽ റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കണ്ട ആനുവൽ റിപ്പോർട്ട് ഇനി പറയുന്നതിൽ അർത്ഥമില്ല. അതിനേക്കാളൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 1-2 ഫങ്ഷൻസ് ഇവിടെ നടന്നു തീരേണ്ടതുണ്ട്. ഇപ്പോൾ ചെയർമാൻ ഇപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. TC ക്ലാസ്സുകളിലെല്ലാം TV ക്യാമറകൾ വെക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞു. ഇതൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത ഉണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയം കൂടിയാണ്. അതിന് PTA വളരെയധികം സഹായിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വരവ് ചെലവ് കണക്കുകളിൽ ഏകദേശം ബാലൻസ് വരുന്നത് 1999 രൂപയാണ്, 93 രൂപയാണ്. ഈ 1993 രൂപയിൽ നിന്ന് ചെയർമാൻ എങ്ങനെയാണ് ക്യാമറ വെക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ PTA ഫണ്ടുകളെല്ലാം കൂട്ടേണ്ടി വരും. നമ്മൾ ആനുവൽ ഡേയുടെ ഫണ്ട് കൂട്ടേണ്ടി വരും. ആനുവൽ ഡേക്കൊക്കെ ഭീമമായ സംഖ്യ പിരിക്കുകയാണ്. കാരണം 250 രൂപ എന്ന് പറയുമ്പോൾ തന്നെ രക്ഷിതാക്കന്മാർ അയ്യോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് ഓടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളത്, ആനുവൽ ഡേ നടത്തുമ്പോൾ 500 രൂപയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും അടച്ചാലേ നമുക്ക് ആനുവൽ ഡേ ഒക്കെ ഭംഗിയാക്കി നടത്താൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ വർഷം ആനുവൽ ഡേ നടത്താഞ്ഞിട്ടാണ് 1993 രൂപ ബാലൻസ് വന്നത്. ഈ വർഷം ഇനി അത് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 10,000 രൂപ ഇങ്ങോട്ട് 50,000 രൂപ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചെലവ് ലോസ് ഇല്ലാത്ത വിധത്തിൽ ഒത്തുപോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കണം ഇനി നമ്മൾ ആനുവൽ ഡേൻ്റെ ഫണ്ടൊക്കെ പറയുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റി രൂപീകരണമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരണമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ കഴിഞ്ഞ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിരുന്നു. അപ്പോൾ ആരും തന്നെ പോകാൻ താല്പര്യപ്പെട്ടില്ല. ഞങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞത്. നിലവിലുള്ള കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖാണ്. അതുപോലെ തന്നെ സുമയ്യത്ത് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. മാജിദ PTA വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടില്ല, എന്തോ പ്രയാസം പറഞ്ഞിരുന്നു. നമ്മുടെ മദർ PTA മെമ്പറും കൂടിയാണ്. അതുപോലെ തന്നെ റുക്കിയ, ജംഷിദ, അബ്ദുൽ ജലീൽ, റിൻഷിദ, സുനിത, മുബഷിറ, ഹന്നത്ത്, റുക്കിയ, നൗഫീല, AK, ഖദീജ തുടങ്ങിയവരാണ് ഇപ്പോൾ നിലവിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാർ. ഇനി ആരെങ്കിലും താല്പര്യം പറയാൻ 1-2 പേരും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ 13 പേരോളം ഉണ്ട്, 15 പേരെ വരെ കൊടുക്കാം. നിങ്ങൾ 1-2 പേരുടെ പേര് തരികയാണെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിലവിലുള്ള ഈ കമ്മിറ്റി നമുക്ക് തുടരാമെന്നവർ തയ്യാറായിട്ടുണ്ട്. അത് നമ്മളെ പണി വേഗം എളുപ്പമാകും. ഈ വൈകിയ ഇനി ആരെങ്കിലും ഇതിന് പോകാൻ താല്പര്യം ആരും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ 13 പേരെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും താല്പര്യം പറയുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടി നടക്കാനുണ്ട്. നമ്മളുടെ സ്കൂളിൽ ഇപ്പം ചെയർമാൻ പറഞ്ഞതുപോലെ ക്ലാസ്സുകളിൽ CCTVന് മുമ്പായിട്ട് ഞാൻ ചെയർമാനോട് പറഞ്ഞത് അതിനേക്കാൾ മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എല്ലാ ക്ലാസ് റൂമും ഡിജിറ്റൽ ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഏകദേശം 2 ലക്ഷം 2.5 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സാധനമാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും നടക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു 6, 8, 10 ക്ലാസ്സുകൾ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വർഷം. അതിൻ്റെ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അതും കൂടി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയി ടീച്ചർമാരെ കണ്ടുപോകാൻ പാടുള്ളൂ. നിങ്ങൾക്കാർക്കും എതിർപ്പില്ലെങ്കിൽ നമ്മൾ ഈ കമ്മിറ്റിയെ തന്നെ അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ടീച്ചേഴ്സ് ഈ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ഒന്ന് കാണേണ്ടതാണ്. ഇനി മറ്റൊരു അവസരം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. സമ്പൂർണ്ണയിലെ ഡാറ്റാസ് എടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ കണ്ടൻസ് എടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ടീച്ചേഴ്സ് ഇത് കഴിഞ്ഞിട്ട് പാരൻസിനെ കണ്ടാൽ മതി. ടീച്ചേഴ്സ് ഇവിടേക്ക് വരേണ്ടതാണ്. ഞാൻ എക്സ്ട്രാ മാർക്സ് എന്നുള്ളൊരു കമ്പനിയുടെ നോർത്ത് കേരള റീജിയൻ്റെ ട്രെയിനറാണ്. എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളുടെ പേര് അജ്മൽ എന്നാണ്. മലപ്പുറം റീജിയൻ്റെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ ഞാൻ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റിൽ എക്സ്ട്രാ മാർക്സ് എന്താണെന്നുള്ളത് പറയാം. എക്സ്ട്രാ മാർക്സ് എന്നുള്ളത് ഒരു 17-18 കൊല്ലത്തോളമായിട്ട് നമ്മുടെ എഡ്യൂടെക് സെക്ടറിലുള്ളൊരു കമ്പനിയാണ്. നമ്മളൊരു സ്മാർട്ട് ക്ലാസ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 15,000-20,000 സ്കൂളുകളിൽ നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്കൂളുകളും ക്ലാസ്സുകളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പാനൽ ബോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ടു റേസ് യുവർ ഹാൻഡ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം അങ്ങ് പുറകെ വരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ച ക്ലാസ് റൂമിൽ ഒരു 4 ചുവരുകളും അതിലൊരു ബ്ലാക്ക് ബോർഡും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ ആ ബ്ലാക്ക് ബോർഡിൽ പഠിച്ചതും അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഒരു പാനലിൽ പഠിക്കുന്നതുമായിട്ട് എന്താണ് വ്യത്യാസം? അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബോർഡിൽ പഠിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1 വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്
ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ടീച്ചർമാർ നമ്മളോട് പറയുന്നുണ്ടാവും, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ബയോളജിയിലെ സെല്ലിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കെമിസ്ട്രിയിൽ ഇലക്ട്രോണിൻ്റെ കാര്യങ്ങളോ പറയുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഇമാജിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. നമുക്ക് 40 പേരുണ്ടാവും, 50 പേരുണ്ടാവും ക്ലാസ്സിൽ. അതിലേറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ കൂടെ ഇമാജിൻ ചെയ്യാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഓരോ കുട്ടിയുടെയും സ്കോപ്പ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ളത് വേറെയാണ്, അല്ലേ? അപ്പോൾ അതിന് ഒരു പോംവഴി എന്ന നിലയ്ക്ക് നമ്മൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് അതേസമയം വിഷ്വലൈസ് ചെയ്യാനും പിന്നെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ബെഞ്ചിൽ മാത്രം ഇരുന്നല്ലാതെ കുട്ടിക്ക് ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യാനും കൂടി വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. ഈ പാനലിൻ്റെ പേരെന്നുള്ളത് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് ബോർഡ് പാനൽ എന്നാണ്. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ വെറുതെ ടീച്ചർ പറയുകയാണ്, കുട്ടികൾ കേൾക്കുകയാണ്, അവരെഴുതിയെടുക്കുകയാണെന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ നടക്കാം, അവർക്ക് ഈ ക്ലാസ്സിൽ ബോർഡിൽ വന്ന് ആക്ടിവിറ്റീസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു 2-way ഇൻട്രാക്ഷൻ ആയിരിക്കും നമുക്ക് പാനൽ വഴി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കാം. ഇപ്പോഴാണെങ്കിലും നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും അതേപോലെ SCRT ഗവൺമെൻറ്റിൻ്റേതാണെങ്കിലും പുതിയ പല പദ്ധതികളും ക്ലാസ്സുകൾ ഡിജിറ്റലൈസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കാണാപ്പാഠം പഠിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും സമീപിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ക്ലാസ്സിൽ പാനൽ കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പാനൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു 65 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 75 ഇഞ്ച് വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് പോലെ നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മളിതിവിടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാഡം പറഞ്ഞു സമഗ്ര എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വഴിയാണ് നിങ്ങൾ ക്ലാസ്സിൽ കണ്ടൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ സമഗ്ര വഴി കാണിക്കുന്നവരുണ്ടാവും, നമുക്ക് ചിലപ്പോൾ വിക്ടേഴ്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് സ്റ്റേറ്റ് ബോർഡ് സ്കൂളല്ലേ, അപ്പോൾ നമുക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് മഴയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക്സ് ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ ഈ കഴിഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടല്ലേ, മഴ കാരണവും ബാക്കിയുള്ള കാര്യങ്ങൾ കാരണവും. അപ്പോൾ കുട്ടികളിലേക്ക് നമുക്ക് ഈ ഒരു പാനൽ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഇൻട്രാക്റ്റീവായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ബ്ലാക്ക് ബോർഡിലെ ആ ഒരു ഇൻട്രാക്ഷൻ ആ ക്ലാസ്സിൽ അവിടെ തീരും. നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് പാനലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാനും കുട്ടികളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരു ടീച്ചർ എന്നുള്ളത് നമ്മൾ ആ ഒരു രാവിലെ 10 മുതൽ 5 വരെയുള്ള സമയം മാത്രമല്ല, അതിന് ശേഷവും ഒരു ആഫ്റ്റർ സ്കൂൾ കണക്ടിവിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് എന്താ പറയുക നോട്ട് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് ഒരു 8 GB റാം ഉണ്ട്, 128 GB സ്റ്റോറേജ് ഉണ്ട്. ഇത് നമുക്ക് ഹാർഡ് ആൻഡ് ഗ്ലാസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കൈകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടത്തില്ല, കാരണം നമുക്ക് ചെറിയ കുട്ടികളുള്ള ക്ലാസ്സാണ്, അപകടങ്ങൾ, ഇൻസിഡൻസ് സംഭവിക്കാം. എന്നിരുന്നാലും ഇത് ഹാർഡ് ആൻഡ് ഗ്ലാസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സമഗ്ര അല്ലെങ്കിൽ അതുപോലത്തെ പോർട്ടൽസ് വഴി ക്ലാസ്സുകൾ കാണിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് ഒരു 40 മിനിറ്റ് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക അല്ലേ. ആ 40 മിനിറ്റിൽ എത്ര മിനിറ്റ് നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ബോർഡിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും? മാക്സിമം 20 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അനുഭവത്തിൽ ക്ലാസ് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് കൊടുക്കും, യൂട്യൂബിൽ വീഡിയോ. അപ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ കുറച്ച് പെന്നും പേപ്പറും അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ആണോ? അതായത് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മൾ പെൻ, പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുട്ടികളുടെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എന്നുള്ളത് എന്തുമാത്രം എത്രമാത്രം ഉണ്ടാവും? ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. കാരണം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒന്നും നമുക്ക് അറ്റ് എ ടൈം അതിൽ ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാനൽ വഴി നമുക്ക് കാര്യങ്ങൾ ഡിജിറ്റലൈസ് മാത്രം ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആക്ച്വലി ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിതിലുള്ളൊരു വൈറ്റ് ബോർഡാണ്. നിങ്ങൾ എത്ര പേര് ഇതിൽ ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, വൈറ്റ് ബോർഡ് എന്നുള്ള പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ടോ?
നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ബ്ലാക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്യില്ലേ, അതെ. അപ്പോൾ ഈ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ സെയിം പർപ്പസാണ് വൈറ്റ് ബോർഡ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്കിതാ ഈ കാര്യങ്ങൾ നമുക്ക് നേരെ എഴുതാം. നമുക്കിതിനൊരു സ്റ്റൈലസ് ഉണ്ടാവും, അതായത് നമുക്കൊരു മാർക്കർ പോലെ ഒരു പെൻ ഉണ്ടാവും, അത് വെച്ച് നമുക്കിതിൽ കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ നമുക്ക് ഇതിൽ മാത്സ് പഠിപ്പിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മാത്സ് പഠിപ്പിക്കുന്ന മാഡം മാത്രമേ ഉള്ളൂ? 2 പേരുണ്ട്, 3 പേര്, 4. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന എന്തിലാണ്? നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണോ സമയം പോകുന്നത്? അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ഒരു കാര്യങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഒരു 2 സെക്കൻഡിൽ നിങ്ങളൊരു 3-4 മിനിറ്റ് എടുത്ത് 45 മിനിറ്റേ നമുക്ക് ആകെയുള്ളൂ. ആ 40-45 മിനിറ്റിൽ നിങ്ങൾ 5-6 മിനിറ്റ് എടുത്ത് വരയ്ക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു 2 സെക്കൻഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനീ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സോ നോട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ളൊരു ഫീച്ചറും കൂടെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇതിലുള്ളൊരു പിക്ചർ മാത്രം ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്കത് ഇപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? 4 ലൈനേഴ്സും 2 ലൈനേഴ്സും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അതിൻ്റെ കൂടെ ഇത് വിസിബിൾ ആണോ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് 4 ലൈനേഴ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാഫ് വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫിൻ്റെ രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പണ്ട് വരുമ്പോൾ ബ്ലാക്ക് ബോർഡ് എന്നും ഒരേപോലെയാണ്. മൺഡേ ടു സാറ്റർഡേ ബ്ലാക്ക് ബോർഡ് എന്നും ഒരേപോലെയാണ്. നമ്മുടെ ഈ വൈറ്റ് ബോർഡിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫോട്ടോ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ പോലത്തെ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് വെക്കാം. നിങ്ങളുടെ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ട് ഇടപെടുന്ന ആ ഒരു ടൂൾ എന്നുള്ളത് ഓൾവേസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം കുട്ടികളെല്ലാവരും തന്നെ എന്താ പറയുക, അവർ ചേഞ്ചസ് ഒരുപാട് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40 മിനിറ്റിൽ 20 മിനിറ്റ് മാത്രമല്ല നമുക്ക് അവരുടെ ശ്രദ്ധ ഇവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് അറ്റ് എ ടൈം 20 കുട്ടികൾക്ക് വരെ നമുക്ക് ഈ ഒരു പാനലിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മാത്സിലോ സയൻസിലോ ഒരു പ്രോബ്ലം നിങ്ങൾ കൊടുത്തു എന്നിരിക്കട്ടെ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ചെയ്യിക്കണമെങ്കിൽ നമുക്കിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ട് അവരെ കൊണ്ട് അറ്റ് എ ടൈം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികൾ വെറുതെ ഇരുന്ന് കാര്യങ്ങൾ മാത്രം കേൾക്കുകയല്ല, അവർ ഇൻട്രാക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ശീലിച്ചിട്ടുള്ള ആ ഒരു കൺസർവേഷണൽ മോഡ് ഓഫ് ടീച്ചിങ് നമുക്കിവിടെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടേബിൾസ് ആഡ് ചെയ്യണമെങ്കിലോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടേബിൾ വരയ്ക്കണമെങ്കിൽ നമുക്കതിന് ഒരുപാട് സമയം എടുക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെന്നിരിക്കട്ടെ, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് കൂടെ ചെയ്യും. ഇപ്പോൾ നമുക്ക് സാധാരണ ഇത് ചിലപ്പോൾ ടീച്ചേഴ്സിന് നമുക്ക് എല്ലാവർക്കും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായെന്ന് വരില്ല അല്ലേ. അപ്പോൾ ആ ഒരു ഇഷ്യൂ കൂടെ നമുക്കിവിടെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക, ആ എഴുതുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റിലേക്ക് ഇവിടെ കൺവേർട്ട് ആവും. ഇനിയിപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് ഷേപ്സ് നമ്മളിപ്പോൾ റാൻഡമായിട്ടൊരു ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് വെൽ റിഫൈൻഡ് ആയിട്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല ടൈപ്പിൽ പല കളറിൽ നമുക്കിവിടെ കൊടുക്കാം. കുട്ടികൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു വെട്ടുന്ന രീതിയിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഇമേജും വീഡിയോ ഒക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതെ വരുന്നുണ്ടോ? ക്ലിയർ ആണ്? നമുക്ക് ഇതിലിപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കതിൻ്റെ ലാംഗ്വേജിൻ്റെ ഇൻപുട്ട് പാക്ക് എന്നുള്ള സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾ മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദിയുടെയോ അറബിക്കിൻ്റെയോ ഇൻപുട്ട് പാക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലെ തന്നെ നിങ്ങൾക്കും അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു പാനൽ എന്നുള്ളത് എക്സ്ട്രാ, ഇപ്പോൾ നമ്മളൊരു കടയിൽ പോവാണ്, നമ്മളൊരു സാംസങ്ങിൻ്റെയോ ആപ്പിളിൻ്റെയോ ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫോൺ നമ്മുടേതാണല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു. അതേപോലെ തന്നെ എക്സ്ട്രാ മാർക്സിൻ്റെ പാനലിലാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കുറച്ചുകൂടി എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയോ ഇന്നോവേഷനോ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. എക്സ്ട്രാ മാർക്സിൻ്റെ പാനലാണെന്ന് കരുതി നിങ്ങൾക്കിതിൽ വേറൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നില്ല. നിങ്ങൾക്കിതിൽ ആക്ച്വലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇൻപുട്ട് പാക്ക് ഉണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൺവേർട്ട് ആയതുപോലെ നമുക്ക് മലയാളം ഹിന്ദിയും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ സോറി ഇതിപ്പോൾ ഞാൻ വൈറ്റ് ബോർഡ് എന്നുള്ളൊരു ടൂള് മാത്രമാണ് കാണിച്ചത്. ഇതാണ് ശരിക്കും നമ്മുടെ ഇൻ്റർഫേസ് വരിക. നമുക്കിതിൽ 2 രീതിയിൽ എടുക്കാം. നമുക്ക് ആൻഡ്രോയിഡും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് OPS ഉണ്ട്. OPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, നിങ്ങൾക്ക് ഏതാണോ OS വേണ്ടത്, ഉബുണ്ടു വേണമെങ്കിൽ ഉബുണ്ടു എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിൻഡോസിലേക്ക് മാറണമെങ്കിൽ വിൻഡോസ് നമുക്ക് എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്കിത് കമ്പ്യൂട്ടറായിട്ടും യൂസ് ചെയ്യാം, ഒരു ഫോണായിട്ടും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനുള്ളത് ആൻഡ്രോയിഡ് ഇൻ്റർഫേസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിതിലൊരു OPS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ കാണുന്ന ടൂൾസ് എന്നുള്ളത് നമുക്കിതാ ഇവിടെ WPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോക്ക് ഉണ്ടാവില്ലേ, ഗൂഗിൾ ഷീറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ MS വേർഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു WPS എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഉദാഹരണം ഇപ്പോൾ നിങ്ങളൊരു ISRO ഒരു സയൻറ്റിസ്റ്റുമായിട്ട് നിങ്ങളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാനിരിക്കട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിതാ ഈ ഒരു പാനൽ വഴി ഇങ്ങനെയൊരു ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് ടീംസ് വഴിയോ ഗൂഗിൾ മീറ്റ് വഴിയോ നമുക്ക് ആ ക്ലാസ് ഇവിടെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഫോണിലോ ഒരു ലാപ്ടോപ്പിലോ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആൻഡ് എഫക്റ്റീവായിട്ട് ഒരു എൻറ്റയർ സ്കൂളിനെ നമുക്കിവിടെ കൊണ്ടുവന്ന് അങ്ങനത്തെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ, ഇപ്പം നിങ്ങൾക്ക് വേറൊരു സ്കൂളുമായിട്ട് ഓൺലൈൻ ഡിബേറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളോ ചെയ്യണമെങ്കിൽ, കൊളാബറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ സാധാരണ മുന്നേ പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് പ്രൊജക്ടറിൽ നമുക്ക് സൗണ്ട് സിസ്റ്റം വേണം, മൈക്ക് വേണം, ക്യാമറ വേണം, സ്പീക്കറൊക്കെ നമുക്ക് എക്സ്റ്റേണൽ വേണം അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു പാനൽ ഇൻബിൽട്ട് ആയിട്ട് 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമുക്കൊരു 8 മൈക്കും പിന്നെ ഒരു ക്യാമറയും കൂടി ഇതിൻ്റെ കൂടെ വരും. അതായത് ഈ പറയുന്ന വേറെ എക്സ്റ്റേണൽ ഡിവൈസോ ഗാഡ്ജറ്റോ ഒന്നും വേണ്ട, എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഒറ്റ ഗാഡ്ജറ്റിലുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതാ ഇവിടെ ക്ലാസ്സിലിപ്പോൾ നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നിങ്ങളുടെ കണ്ടൻറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഏത് കണ്ടൻറ്റും നമ്മൾ സാധാരണ ഫോണിലോ ടാബിലോ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ആക്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സമഗ്ര എന്നുള്ളൊരു പോർട്ടലിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അതിലെ ഏത് കണ്ടൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ കാണും. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രമായിട്ടൊന്ന് കാണിച്ചു തരാം. AI is changing the game for app development. കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓഡിബിൾ ആണോ? Firebase offers a platform designed to support you throughout your app and business's journey, so you can rapidly build, release, monitor, and optimize. Hi, do you know why a pencil hurts at the point, but not at the other end, even though you're applying the same force? Why do bags with thin straps hurt our hand, but bags with thick straps are more comfortable, even though both the bags. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ബോർഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ICSEയോ CBSEയോ ബോർഡാണിത്. ഇതേപോലെ സ്റ്റേറ്റ് ബോർഡിൻ്റെ കണ്ടൻറ്റ് നമുക്കിവിടെ പല പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബ് റെഫർ ചെയ്യാറുണ്ടോ? ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഇതിൽ വീഡിയോസ് കാണിക്കാം. ഞാൻ നേരത്തെ സാർ സമഗ്ര ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാനലിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിലേക്ക് മിറർ ചെയ്ത് കാണിക്കാനും നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ പുറമേയുള്ള വീഡിയോസാണ് കാണിക്കുന്നതെന്നിരിക്കട്ടെ. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഇടയ്ക്ക് അതിൽ വന്ന് നരേറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ റോൾ ഉണ്ടായിരുന്നില്ല അല്ലേ.
ഇവിടെ ഇപ്പോൾ നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ടൂളും ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇതിപ്പോൾ വീഡിയോ ആയിക്കോട്ടെ പിക്ചർ ആയിക്കോട്ടെ, ആ വീഡിയോ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കത് പോസ് ചെയ്തിട്ട് എനിക്ക് ആ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടൂളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിനി വീഡിയോസ് നിങ്ങൾ പുറമേ നിന്ന് കാണിക്കുമ്പോഴും ടീച്ചർ എന്നുള്ളത് കേവലം ഒരു ഓഡിയൻ്റ് മാത്രമല്ല, ഒരു പാർട്ടിസിപ്പൻ്റ് കൂടിയാണ്. ഇപ്പം നിങ്ങളൊരു എക്സ്റ്റേണൽ സോഴ്സിൽ നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് ക്ലാസ്സിൽ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കിതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ യൂസ് ചെയ്യുന്ന സൈറ്റുകൾ ഏതാണോ ആ വെബ്സൈറ്റുകളെല്ലാം തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിതിൽ ക്രോം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുകയാണെന്നിരിക്കട്ടെ, ആ പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു വൈറ്റ് ബോർഡ് കാണിച്ചു തന്നില്ലേ, ആ വൈറ്റ് ബോർഡിൽ നിങ്ങൾ എഴുതുന്ന നോട്ടുകൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി കുട്ടികളിലേക്ക് സേവ് ചെയ്യാനും കുട്ടികളിലേക്ക് എത്തിക്കാനും വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ആ സമഗ്രയുടെ ഒരു എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യോ. ഇപ്പം ഞാൻ ഈ സമഗ്ര എന്നുള്ള പോർട്ടലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ URL അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കേരള ഇത് ഞാൻ ടൈപ്പ് ചെയ്തതിന് നല്ല നിങ്ങൾ ഒരാളൊന്ന് ടൈപ്പ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം യൂസർ ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യം. നിങ്ങൾ ഒരാൾ വായോ, കാരണം നിങ്ങളിത് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം അല്ലേ. അപ്പം നിങ്ങളൊരു സാധനം വീട്ടിലൊരാൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് തൊട്ട് നോക്കി തട്ടി നോക്കിയല്ലേ വാങ്ങാം. അതേപോലെ മാമിന് വേണ്ട കാര്യങ്ങൾ മാമിനോട് ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. അതെ, ഇതല്ലേ. ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബോർഡിൻ്റെ SCRTയുടെ സമഗ്ര എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. മാം എൻ്റർ ചെയ്തു സമഗ്ര വെബ്സൈറ്റിൻ്റെ അതെന്താണെന്നുള്ളത് എൻ്റർ ചെയ്തോ. അല്ല, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല മാം, ഇത് വെബ്സൈറ്റിൻ്റെ കുഴപ്പമാണ്. അല്ല, ഇത് നെറ്റിൻ്റെ സ്പീഡല്ല, അത് മേ ബി ആ ഗവൺമെൻറ് പോർട്ടൽ വെബ്സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്, ഞങ്ങളുടെ പാനലിൻ്റെ കുഴപ്പമല്ല. ഇത് കേട്ടത് എന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്കിതിൽ ഇന്ന് ആ വെബ്സൈറ്റ് എന്തോ ഡൗൺ ആണ്, അതുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ പറയുന്ന ഏതൊരു വെബ്സൈറ്റും നമുക്കിതിൽ എടുക്കാൻ വേണ്ടി പറ്റും. അത് ഏതൊരു വീഡിയോ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഏത് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ. ഉദാഹരണം, നിങ്ങൾക്കൊരു ലേണിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ലേണിംഗ് ആപ്ലിക്കേഷൻ ഇല്ലേ, ആ ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഫോണിലുള്ള പോലെ തന്നെ നമുക്കിതിൽ പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ, നമുക്കിവിടെ പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോവാം. നിങ്ങൾക്ക് വേണ്ട ലേണിംഗ് ആപ്ലിക്കേഷനോ ലേണിംഗ് ടൂൾസോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് വേണ്ട ടൂൾസ് നമുക്ക് ഇതിന് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു പാനൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൽ കസ്റ്റമൈസ് ചെയ്യാം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ? നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമുക്ക് റിലീജിയസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലാംഗ്വേജ് ലാബ് വരെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഈ പാനൽ വഴി ക്ലാസ്സിൽ കാര്യങ്ങൾ എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20-30 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ കുട്ടികൾ അവിടെ ഇരിക്കുന്നു, ടീച്ചർ ഇവിടെ നിന്ന് നമ്മൾ ക്ലാസ് ഡെലിവർ ചെയ്യുന്നു. അതിന് പകരം നമുക്ക് കുറച്ചുകൂടി നേരത്തെ കാണിച്ച ടൂൾസ് എല്ലാം വെച്ച്
നമുക്കിതിൽ കുട്ടികളെ കൂടെ ഇൻട്രാക്റ്റീവ് ആക്കാം. നിങ്ങളുടെ ടീച്ചിങ് എക്സ്പീരിയൻസും കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസും നമുക്കിതിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊരു കുട്ടി നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും കുട്ടിയോട് എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർക്കത് പറയാനൊരു ഇഷ്ടവും, അതേപോലെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോഴും എന്നും ആ ഒരു സെയിം ബ്ലാക്ക് ബോർഡ് കാണുന്ന ഒരു മടുപ്പോ അല്ലെങ്കിൽ ആ ഒരു വിരക്തിയോ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പകരം ഓരോ ദിവസം നമുക്ക് ഡിഫറെൻറ്റ് ബ്ലാക്ക് ബോർഡ്സ് ഉണ്ടാവും, അവർക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ഈ ബോർഡിലേക്ക് കൊണ്ടുവരാനുള്ള ടൂൾസ് നമുക്കിവിടെയുണ്ട്. നമുക്കിവിടെ HDMI പോർട്ടുണ്ട്, USB പോർട്ടുണ്ട്, ടച്ച് പോർട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പിലാണ് കണ്ടൻറ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് HDMI വെച്ച് കണക്ട് ചെയ്ത് അത് മിറർ ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ പെൻ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് USB-യിൽ കണക്ട് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ ഫോണിലാണ് കണ്ടൻ്റ് എങ്കിലും നമുക്കിവിടെ ടൈപ്പ് C ഉണ്ട്, നിങ്ങൾക്ക് അതും കണക്ട് ചെയ്ത് നിങ്ങളുടെ കണ്ടൻറ് ഇതിലേക്ക് കൊണ്ടുവരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നിങ്ങളുടെ സ്കൂളിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത്രയും നമ്മൾ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഒരു ഫോൺ അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ ഒരു PC നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അതേപോലെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? നമുക്കിപ്പോൾ യൂട്യൂബിൽ നമുക്ക് 4K ക്വാളിറ്റിയിൽ വരെ നമുക്ക് ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ നമുക്കിതിൽ വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ കാണുന്ന ആ ഒരു കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളിത് ആക്ച്വലി പഠിച്ചെടുക്കും. ഇത് നിങ്ങൾ എടുത്തു എന്നിരിക്കട്ടെ, നമ്മൾ എക്സ്ട്രാ മാർക്സിൻ്റെ നിങ്ങൾ ക്ലയൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനും ത്രൂ ഔട്ട് ദി അക്കാഡമിക് ഇയർ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഗൈഡ് ചെയ്യാനും എൻ്റെ ടീമുണ്ട്. ഞാൻ ട്രെയിനറാണ്. ഞങ്ങളുടെ ടീം ആക്ച്വലി ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാനൽ മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കൂടിയാണ്. ക്ലിയർ ആണോ? ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കിതിൽ മാം സാധാരണ സ്ക്രീൻ മിററിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതാണ് ആപ്ലിക്കേഷൻ? ഏതാണ്? ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ മാർക്സിൻ്റെ പാനലിലാണെങ്കിൽ ഇവിടെ നമ്മൾ എയർഗോ കാസ്റ്റ് എന്ന് കാണുന്നുണ്ടോ എല്ലാവരും താഴെ? ഈ എയർഗോ കാസ്റ്റ് എന്നുള്ളത് നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ സൈഡിൽ കാണാം ഒരു പ്രോ വേർഷനാണ്, പെയ്ഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിലെ കണ്ടൻറ്റ് ഇതിലേക്ക് മിറർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മാമിൻ്റെ കയ്യിൽ PDF ആണെന്നിരിക്കട്ടെ, മാമിന് ആ PDF ഒന്നെങ്കിൽ പെൻ ഡ്രൈവിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോണിൽ മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിതിൽ കാര്യങ്ങൾ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ? എന്തോ? നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് മാം പറഞ്ഞ മാമിൻ്റെ കയ്യിലുള്ള കണ്ടൻറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഒരു ബോർഡിൻ്റെ പകുതി നമുക്ക് ഇൻ്റർനെറ്റ് ആ രീതിയിലേക്ക് നമുക്കിതിൽ മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് നെറ്റ്വർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആണെങ്കിൽ നമുക്കിത് ആ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡിങ്ങിന് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു പിക്ചർ എടുക്കുക, ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അതിലേക്ക് കോപ്പി ആയിട്ട് വരും. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ആ ഒരു ക്ലാസ് എടുക്കുന്നതിൻ്റെ എഫേർട്ട് നമ്മൾ വളരെ കുറയ്ക്കുന്നുണ്ട്. ക്ലാസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? AI അസിസ്റ്റൻസ് എന്നുള്ളത് അത് എൻ്റെ അറിവിൽ നമ്മൾ ഒരു പാനലിലും ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന AI അസിസ്റ്റൻസ് എന്താണ്? ഓക്കെ, അതിപ്പോൾ നമുക്കിതിൽ അതിപ്പോൾ നമുക്ക് AI ടൂൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. അല്ല, സാർ ഉദ്ദേശിച്ച അനലിറ്റിക്സ് ആണോ? അത് എങ്ങനെയാണ്? ഇൻബിൽട്ട് ആയിട്ട് വൈറ്റ് ബോർഡിൽ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കിതിലിപ്പോൾ ChatGPT ആണെങ്കിലും പെർപ്ലക്സിറ്റി ആണെങ്കിലും ഗാമ ആണെങ്കിലും ക്യാൻവ ആണെങ്കിലും ഏതും ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ക്ലിയർ ആണ്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എങ്ങനെ? മാം, നമ്മൾ ഈ ഒരു പാനലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സമഗ്ര എന്നുള്ളത് സർക്കാരിൻ്റെ വെബ്സൈറ്റാണ്. അതെ,
നമുക്കൊരു ഫോണിൽ ടാബ്ലറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അത് കൈറ്റ് ആയിക്കോട്ടെ, വിക്ടേഴ്സ് ആയിക്കോട്ടെ, സമഗ്ര ആയിക്കോട്ടെ, ഇനിയിപ്പോൾ CBSEയുടെ സാത്തി ആയിക്കോട്ടെ, ഏത് കണ്ടൻറ്റും നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇതിലെടുക്കാം. നമ്മളൊരു ടാബോ ലാപ്ടോപ്പോ ചെയ്യുന്ന പോലെ നമുക്കിതിൽ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?